സർവലോകത്തിൻ ആലംബമേ ഞങ്ങളാരംഭിക്കും ഈ യോഗത്തിൽ ഞങ്ങളാരംഭിക്കും ഈ വേളയിൽ നിൻ കൃപാപാലനം നൽകി നീ സന്തതം ആശികൾ ഏകി നീ സന്തതം മംഗളമാക്കണേ കാരുണ്യ നായക കൈതൊഴാം അങ്ങേ വാത്സല്യ സംരക്ഷയിൽ ഞങ്ങൾ ആനന്ദം തേടിയിടട്ടെ. നമ്മുടെ സർവീസിൽ നിന്നും സ്വയം വിരമിച്ച നമ്മുടെ പ്രിയങ്കരനായ CCRC ശ്രീ ജോജു സാറിനും മുൻ CCRCയും നിലവിലെ CRCയുമായ PC ആന്റണി സാറിനും ഇന്ന് ഇവിടെ വെച്ച് യാത്രയപ്പ് സമ്മേളനം നടക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുവാൻ നിരവധി പേര് എത്തിയിട്ടുണ്ട്. അതിൽ ചില മുഖങ്ങൾ എനിക്ക് പരിചയമില്ല, ഒന്ന് രണ്ട് പേരെ എനിക്ക് പരിചയമില്ലാത്തേ ഉള്ളൂ, ബാക്കി എല്ലാവരും പരിചയക്കാർ തന്നെയാണ്. അപ്പോൾ സ്വാഗത പ്രസംഗത്തിൽ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും കിടക്കുന്നില്ല. ഞങ്ങളെ ഗുരുസ്ഥാനീയനായ KNR ശ്രീ MA ജോജു, ശ്രീ PC ആന്റണി, അവരുടെ സഹധർമ്മിണിമാർ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, 1984 ഇന്ത്യൻ റെയിൽവേയിൽ ഡിപ്ലോമ ഹോൾഡേഴ്സ് ആയിട്ടുള്ളവർ ഡീസൽ അസിസ്റ്റന്റ് ആയിട്ട് ആദ്യമായിട്ട് റിക്രൂട്ട്മെന്റ് നടത്തി. അതിനു മുമ്പ് ഇന്ത്യൻ റെയിൽവേയിൽ 1963-64 കാലഘട്ടം മുതൽ അപ്രന്റീസ് ഫയർമാനായിട്ട് ഡയറക്റ്റ് വണ്ടി ഓടിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ലോക്കോ പൈലറ്റ് കാറ്റഗറിയിൽ അന്ന് സ്കീമിലുണ്ടായിരുന്നപ്പോഴത്തേക്കും ഡ്രൈവറും ഫസ്റ്റ് ഫയർമാൻ, സെക്കൻഡ് ഫയർമാൻ, തേർഡ് ഫയർമാൻ, എഞ്ചിൻ ക്ലീനർ എന്നീ തസ്തികളിലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ തന്നെ 1963-64 കാലഘട്ടം മുതൽ നേരിട്ട് SSLC പാസ്സായ ചെറുപ്പക്കാര് 16-17 വയസ്സുള്ളവരെ അപ്രന്റീസ് ഫയർമാനായിട്ട് റിക്രൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ റിക്രൂട്ട് ചെയ്ത് വന്ന അപ്രന്റീസ് ഫയർമാൻമാർ വളരെ വളരെ മിടുക്കന്മാരായിരുന്നു. ഇന്നത്തെ ഒരുപക്ഷെ ഞാൻ പറയുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടുണ്ടായേക്കാം, എന്നാൽ പോലും ഇന്നത്തെ തലമുറയിലെ പല ചെറുപ്പക്കാരെക്കായും ഗ്രാജുവേറ്റ് എഞ്ചിനീയർമാരായിരുന്നവരെക്കായും അതിബുദ്ധിമാന്മാരും തങ്ങളുടെ ജോലിയിലും പൊതുപ്രവർത്തനത്തിലും വളരെയധികം മികവ് തെളിയിച്ചിട്ടുണ്ട്. അവരുടെ റെയിൽവേയിലേക്കുള്ള കടന്നുവരവിന് ശേഷം ഈ മേഖലയിൽ നിലനിന്നിരുന്ന അടിമത്തത്തിന് എതിരായിട്ട് ഒരു ശക്തമായ പ്രക്ഷോഭം തന്നെ അവർ ആരംഭിക്കണം. നമുക്കെല്ലാം അറിയാം, 1947 ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷവും തൊഴിലാളികളോടുള്ള ഭരണാധികാരികളുടെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ അവരോടുള്ള മറ്റ് ഇടപെടലുകളിൽ ആ അടിമത്ത മനോഭാവം മാറിയിരുന്നില്ല. ഇതിനെതിരെ വളരെ ശക്തമായ സമരവുമായിട്ടാണ് അവർ മുന്നോട്ട് പോയത്. പല സമയങ്ങളിലും അടിപതറിയെങ്കിൽ പോലും പിടിച്ചു നിൽക്കാൻ അന്നത്തെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പോലും പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സമയത്ത് കുറെ പേര് ഒരു സമരത്തിന് ശേഷം പുറത്തു നിന്നിട്ട് പുതിയതായിട്ട് വീണ്ടും ഒരു അപ്രന്റീസ് ബാച്ച് ഈ ഇന്ത്യൻ റെയിൽവേയിൽ വരുന്ന 1984 അന്ന് അപ്രന്റീസ് ഡീസൽ അസിസ്റ്റന്റിന് ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് തീരുമാനിച്ച ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ്. പക്ഷേ
SSLC നിന്നും മാറി ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആയിട്ട് പോലും അതിനുള്ള ബേസിക് പേ കൂട്ടാൻ റെയിൽവേ തയ്യാറായിരുന്നു. സ്വാഭാവികമായിട്ടും അതിനോടനുബന്ധിച്ചുള്ള പല പ്രശ്നങ്ങളും അതിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. എന്തു തന്നെയായാലും ഈ ഒരു കാറ്റഗറി അതിൻ്റെ വർക്കിംഗ് അവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് മറ്റ് സേഫ്റ്റി സംബന്ധമായ മറ്റു കാര്യങ്ങളിലും പലപ്പോഴും തർക്കങ്ങളും അത് പല സമരങ്ങളിലേക്കും നയിച്ചുകൊണ്ടാണ് ഈ പുതിയ ബാച്ചുകളും മുന്നോട്ട് വന്നു. അങ്ങനെ 84-ൽ ഡീസൽ അസിസ്റ്റന്റുമാർ വന്നു. അടുത്ത ബാച്ച് അതിൽ 84 വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഒരു മാസ് റിക്രൂട്ട്മെന്റ് 1986 നടന്നു. ആ 86-ൽ വന്ന മാസ് റിക്രൂട്ട്മെന്റിൽ ഏറ്റവും മുന്നിൽ വന്ന രണ്ടാമനായിട്ട് തന്നെ തിരുവനന്തപുരം ഡിവിഷനിലെത്തിയ ഒരു ആളാണ് ശ്രീ MA ജോജു. അതുപോലെ തന്നെ 86 ബാച്ചിൽ പാലക്കാട് ഡിവിഷനിലെ ആദ്യ ബാച്ചുകളിലെത്തിയ ഒരാളാണ് ശ്രീ PC ആന്റണി. തങ്ങളുടെ പഠനകാലത്ത് മുതൽ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെ RRBയുടെ ടെസ്റ്റ് എഴുതി ഡീസൽ അസിസ്റ്റന്റായി ഇന്ത്യൻ റെയിൽവേയിൽ വരികയും തുടർന്ന് അങ്ങോട്ട് നിരവധി പോസ്റ്റുകളിൽ ഞങ്ങളുടെ കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. ശ്രീ MA ജോജു തിരുവനന്തപുരം ഡിവിഷനിൽ മാത്രമാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. എന്നാൽ പോലും 2013 വരെ മെയിൽ ഡ്രൈവറായിട്ട് ഡീസൽ അസിസ്റ്റന്റ്, ഗുഡ്സ് ഡ്രൈവർ, പാസഞ്ചർ ഡ്രൈവർ, മെയിൽ ഡ്രൈവർ തസ്തികയിൽ നിന്ന് 2013-ൽ ലോക്കോ ഇൻസ്പെക്ടറായും ചീഫ് ഗ്രൂപ്പ് കൺട്രോളറായിട്ടും തന്റെ കാര്യം തുടരുകയാണ് ഉണ്ടായത്. ഒരു വർഷം കൂടി ബാക്കിയുള്ളപ്പോഴാണ് ശ്രീ MA ജോജു PRS എടുക്കുന്നത്. തൻ്റെ വൈഫ് റിട്ടയറായി, മക്കള് 2 പേരും വിദേശത്താണ്. അപ്പോൾ ഇവിടെ എങ്ങനെ ഒരു അധ്യയനായിട്ട് തുടരേണ്ടതില്ല എന്ന് തോന്നിയുണ്ടായിരിക്കാം അദ്ദേഹം ഈ ജോലിയിൽ നിന്ന് സ്വയമേ വിരമിക്കാൻ തീരുമാനിച്ചു. പുള്ളിക്കനായി ഗിരീശകുമാരൻ നായർ ക്ഷണിക്കുന്നു.
ട്രിച്ചിയിൽ ഒരു പന്നിക്കൂട്ടിൽ സർവീസിൽ ജോയിൻ ചെയ്യുന്ന ദിവസമാണ് ട്രെയിനിങ്ങിന്. അന്നത്തെ ആ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഡിപ്ലോമ ബാച്ചിന്റെ തിരുവനന്തപുരം ഡിവിഷന്റെ ഫസ്റ്റ് ബാച്ച്. അതിന് മുമ്പ് ഒരു ബാച്ച് റിക്രൂട്ട് ചെയ്തിരുന്നു. അത് പാലക്കാട് ഡിവിഷൻ റിട്ടയർഡ് ആയിട്ടുള്ള CLA ജയരാജ് സാറ്, കൃഷ്ണൻകുട്ടിയുടെയൊക്കെ ഒരു ബാച്ച്. ഒരു അവിസ്മരണീയമായ ഒരു ദിവസമായിരുന്നു അന്ന്. കാരണം എന്ന് പറഞ്ഞാൽ റെയിൽവേ മിക്കവാറും ആ ബാച്ചിലുള്ള എല്ലാവരും റെയിൽവേ പുതുമുഖങ്ങളായിരുന്നു. റെയിൽവേയിൽ ആരും അന്ന് അവരുടെ ബന്ധുക്കളോ ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നവർ ആരുടെയും ബന്ധുക്കൾ ആരും റെയിൽവേയിൽ ഇല്ലായിരുന്നു. ലോക്കോ പൈലറ്റ് അന്ന് ലോക്കോ പൈലറ്റ് അപ്രന്റീസ് ഡീസൽ അസിസ്റ്റന്റ് ജോയിൻ ചെയ്യുമ്പം ഞങ്ങളിൽ പലർക്കും എന്തായിരുന്നു ജോലി എന്നൊരു ധാരണയില്ലായിരുന്നു. ഡീസൽ അസിസ്റ്റന്റ് എന്ന് പറയുമ്പം വല്ല ഷെഡിലെ സൂപ്പർവൈസറോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു പണിയായിരിക്കും എന്നാണ്. അവിടെ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യുമ്പോഴാണ് വണ്ടി ഓടിക്കുന്ന പണിയാണെന്ന് അറിഞ്ഞത്. ഒരു എക്സൈറ്റ്മെന്റ് എന്ന് തോന്നി. ശരിയാണ്, കൊള്ളാം, ഓടിക്കുന്ന പണിയല്ലേ. അങ്ങനെ ഞങ്ങള് ട്രിച്ചിയിൽ ജോയിൻ ചെയ്തു. ഒരു 16 ബാച്ച് പേര് തിരുവനന്തപുരം ഡിവിഷന്റെയും ഒരു 30 കൂടുതൽ പേരുണ്ടായിരുന്നു പാലക്കാട് ഡിവിഷന്റെയും. അതിൽ പലരും എൻ്റെ സുഹൃത്തുക്കൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ അന്ന് പാലക്കാട് ഡിവിഷന്റെ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു ആന്റണി ഉണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം ഞങ്ങൾ ആ ബാച്ച് എല്ലാം ഒരേ തരത്തിൽ ജോജു, ആന്റണി, അവരുടെ സഹകർമ്മികളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ സുഹൃത്തുക്കളെ, മെക്കാനിക്കൽ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലെ സുഹൃത്തുക്കളെ, ഈ സുദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. ഈ വിരമിക്കൽ സമ്മേളനത്തിലേക്ക് മറക്കാതെ ഈ പാവപ്പെട്ടവരെയും ക്ഷണിച്ചതിന് നല്ലവനായ ദൈവത്തിന് നന്ദി. ഇതിന് അവസരം തന്ന ജോജുവിനും എൻ്റെ പ്രവർത്തകർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിപ്പിച്ചോളൂ. സ്നേഹമുള്ള ജോജു, എനിക്ക് എൻ്റെ ഒരു ഓപ്പന കുട്ടനായിട്ടാണ് ഞാൻ ഇന്നുവരെ കരുതിയിട്ടുള്ളത്. ഞങ്ങൾ അതേ രീതിയിലാണ് പെരുമാറിപ്പോയിട്ടുള്ളത്. ജോജിൻ്റെ വീട്ടിലും ഞാൻ പോയിട്ടുണ്ട്. ഞങ്ങളുടെ സൗഹൃദം ഇന്നും പുതുക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ മറക്കാതെ എന്നെ വിളിച്ചത് എനിക്ക് സന്തോഷം കൊണ്ട് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരുമെന്ന്. ഞാൻ സ്നേഹമുള്ള ആന്റണിയെ എനിക്ക് പരിചയമില്ലായിരുന്നു. ഞാൻ പോയി റിട്ടയറായതിനു ശേഷമാണ് ആന്റണി വന്നത്. ഈ വിരമിക്കൽ സമ്മേളനം വളരെ മനോഹരമായിരിക്കുന്നു. ഇതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയാണ്. കാരണം ഈശ്വരൻ ഓരോ കാലഘട്ടത്തില് ഓരോ വിഭാഗത്തെ, അതായത് വിലാപങ്ങൾ, ഒരു സമൂഹത്തിന്റെ വിലാപങ്ങൾ കേൾക്കുന്നവരാണ് ഈശ്വരൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സമൂഹത്തില് ഇന്ത്യൻ റെയിൽവേയില് ഏറ്റവും കൂടുതൽ എൻ്റെ അനുഭവം കൊണ്ട് പറയണം, നിങ്ങൾക്ക് എനിക്കറിയില്ലോ, എൻ്റെ അനുഭവം പറയാണ്. ഞാൻ 1958 റെയിൽവേയിൽ വന്ന 66 വർഷം റെയിൽവേയുടെ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെൻഷനും 29 വർഷം പെൻഷനും 37 വർഷം റെയിൽവേക്ക്. അപ്പോൾ 66 വർഷം റെയിൽവേയിലെ തീറ്റിപ്പോറ്റുന്നു. പക്ഷെ ഈ റെയിൽവേ ചില വിഭാഗത്തിനോട് അനീതി കാണിച്ചിട്ടുണ്ട്. ആ അനീതി കാണിക്കുന്ന വിഭാഗത്തിന്റെ വിലാപം ദൈവം കേട്ടു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ത്യൻ റെയിൽവേയിലെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റില് ആ കാലഘട്ടത്തില് മെക്കാനിക്കൽ CRW ആൻഡ് ലോക്കോ, ഇത് രണ്ടേ അറിയുള്ളൂ. ലോക്കോയിൽ തന്നെ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ്. ഈ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫിന് ആ മെയിൻ ഡ്രൈവർ എന്നുള്ള കാറ്റഗറി ഒഴിച്ച് ബാക്കി എല്ലാം റെയിൽവേ വളരെയധികം അവഗണിച്ചു കിട്ടുന്ന കാലഘട്ടമായിരുന്നു 1947 മുമ്പും അതിനുശേഷം 57 വരെ. ഒന്നാം പേ കമ്മീഷന് ശേഷം അല്പ വ്യത്യാസങ്ങൾ വന്നു പറഞ്ഞ് പിന്നെ നമുക്കുള്ള അടുത്ത ഈ നിലയിലേക്ക് നമ്മൾ വന്നു. അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. കാരണം അന്ന് ഒരു എഞ്ചിനീയർ ആയിട്ട് വന്നാൽ മിക്കവാറും ഫസ്റ്റ് ഫയർമാൻ ആയാൽ സാധിക്കില്ല, ഫയർമാൻ B ആകും. അതോടെ ജീവിതം അവസാനിച്ചു.
അതെല്ലാം മാറി. ശമ്പളവും കൊടുക്കില്ല. അവിടെ മെയിൻ ഡ്രൈവേഴ്സ്, അതായത് ആ ബ്രിട്ടീഷ് പാരമ്പര്യം ആയിരുന്നു 1947 വരെ. അതിനുശേഷം അത് 57 വരെ അത് പാരമ്പര്യം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അത് ഒന്നാം കാലഘട്ടം. രണ്ടാം കാലഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ഒത്തിരി വ്യത്യാസം വന്നു. മൂന്നാം കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ ജോജു വരുന്നത്. രണ്ടാം കാലഘട്ടത്തിലാണ് KK ഷേണായി, PC തൊമ്മാച്ചി അങ്ങനെയുള്ള അപ്രന്റീസ് സമൂഹത്തിലേക്ക് വരുന്നത്. ആദ്യം റാങ്കിൽ നിന്നായിരുന്നു പ്രൊമോഷൻ. ആരും മനസ്സിലാകാത്തവർക്ക് വരും എന്തുകൊണ്ടേ. അപ്പോൾ നമുക്ക് രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും നാലാം ഘട്ടം ആയപ്പോഴത്തേക്കും ഈ ഇന്നത്തെ സമൂഹമായി 2000 നിങ്ങളുടെ ആ രണ്ടീസ് സ്റ്റാഫ് എന്നുള്ള വിഭാഗം ഓപ്പറേഷനായി നല്ല രീതിയിൽ ഇന്ന് ഇന്ത്യൻ റെയിൽവേയിൽ ഏറ്റവും പരമോന്നതയിൽ നിൽക്കുന്ന ഒരു കാറ്റഗറിയാണ് ഈ ഓപ്പറേഷൻ അല്ലെങ്കിൽ പഴയ ലോക്കോ റണ്ണീസ് സ്റ്റാഫ്. അതിന് അശ്രാന്തം പരിശ്രമിച്ച ആ നേതാക്കന്മാരെ ഞാൻ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. മണി, KS മണി അതുപോലുള്ള ഒത്തിരി നിങ്ങളുടെ ലോക്കോ റണ്ണീസ് സ്റ്റാഫിന് വേണ്ടിയിട്ട് പാടുപെടുന്നു. ഇന്നത്തെ മുഖ്യാതിഥി ശ്രീമാൻ MA ജോർജ്, ശ്രീമാൻ ആന്റണി, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും വന്നു ചേർന്നിട്ടുണ്ട്. ശരിക്ക് പരിചയമില്ല. എന്നിരുന്നാലും എല്ലാവർക്കും ആദ്യമായിട്ട് എൻ്റെ നമസ്കാരം. ഞാൻ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞ മാതിരി, രാധാകൃഷ്ണൻ പറഞ്ഞ മാതിരി 1964 ഫസ്റ്റ് അപ്രന്റീസ് ബാച്ച് പെട്ട ആളാണ് അദ്ദേഹം. ആ പണിയെ പറ്റിയൊക്കെ സൂചിപ്പിച്ചു. ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. 13 ടൺ 14 ടൺ കരി ഷൊർണൂർ ടു മാംഗ്ലൂർ, ഷൊർണൂർ ടു ഈറോഡ് ഫയർമാൻ ആയിട്ട് ഇട്ടുകൊണ്ടിരുന്ന ഒരു ജോലിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ പലരും ജോലിയെ പറ്റി പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് പറയുന്നു ആയിരിക്കാം ഇന്നത്തെ വർക്കിംഗ് അവേഴ്സ്. പണ്ട് 48 എക്സ്പ്രസ് എന്നുള്ള ട്രെയിൻ നടക്കാനായിട്ട് പോകുമ്പോൾ മിക്കപ്പോഴും അത് 3 ഡ്രൈവർമാരെ വർക്ക് ചെയ്യും. ഒന്ന് KS മണി, അടുത്തത് KK ഷേണായി, അല്ലെങ്കിൽ വേറെ ഡ്രൈവർ. മറ്റേ ഡ്രൈവർമാരൊക്കെ സിക്കാണ്. കാരണം എന്താ വെച്ചാൽ 48 എക്സ്പ്രസ് 12 മണിക്ക് കയറിയാൽ 6:30 വരെ നൈറ്റ് ഡ്യൂട്ടി കംപ്ലീറ്റ് ഉറപ്പുവെച്ച് വർക്ക് ചെയ്യും. പിന്നെ ജോജു എന്നെ ഈ പാർട്ടി ക്ഷണിച്ചെങ്കിലും എനിക്ക് ജോജുവിന് ദേഷ്യമുണ്ട്. കാരണം എന്താ, ഞാൻ അദ്ദേഹത്തിൻ്റെ കല്യാണം അറ്റൻഡ് ചെയ്തൊരു പാർട്ടിയുണ്ട്. ഇപ്പോൾ പഴയ ആൾക്കാരിൽ പല ആൾക്കാരെയും വേണുഗോപാൽ, കുഞ്ഞച്ചൻ, സുശീൽ ജേക്കബ്, ഇവരെല്ലാം നൗഫൽ, ഇവരെല്ലാവരുടെയും കല്യാണങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സുരേഷ് കെ നായർ. പക്ഷേ എനിക്കൊരു സങ്കടം എന്താ വെച്ചാൽ ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും അവരുടെ മക്കളുടെ കല്യാണത്തിൽ ക്ഷണിച്ചിട്ടുണ്ട്, പോയിട്ടും ഈ ഇടയ്ക്ക് കുഞ്ഞച്ചൻ്റെ മകളുടെ കല്യാണത്തിൽ ഞാൻ പോയി. പക്ഷേ ജോജു 2 പെൺകുട്ടികളുടെ കല്യാണത്തിന് ആൺകുട്ടികളാ സോറി 2 ആൺകുട്ടി. സോറി. അപ്പൊ ഒന്ന് കോവിഡ് പറ്റതോ അപ്പോട്ടെ. ഏതായാലും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ നവാസ് സാർ, ഇന്നത്തെ വിശിഷ്ട അതിഥികൾ ശ്രീ MA ജോജു സാർ ഫാമിലി, ശ്രീ ആന്റണി സാർ ആൻഡ് ഫാമിലി, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, റിട്ടയറായ ഗുരുതുല്യരായ ജ്യേഷ്ഠന്മാരെ, അവരുടെ എല്ലാം കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ ബാച്ചിലെ MA ജോജു സാറിനെ എനിക്ക് ഏകദേശം 35 വർഷത്തെ പരിചയമുണ്ട്. 1989 ഞാൻ ഡീസൽ അസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടാകുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടതാണ്. അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹവുമായിട്ട് എല്ലാ സുഹൃത്ബന്ധവും. അതിലുപരി ഞാൻ 92, 91, 92 കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് പൈലറ്റ് കൊച്ചിയിലും ഇരുമലത്തും അമോണിയ പൈലറ്റൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു.
അക്കാലത്തെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ബലം പിടിച്ചുള്ള വർക്കിംഗ് ഒന്നുമല്ല. വളരെ ഫ്രീ മൈൻഡിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പോലും വയ്യാത്ത സാഹചര്യങ്ങളാണ്. ആന്റണി സാറിനെ ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹം പാലക്കാട് മിഷനിലെ LP ആണെന്ന് എനിക്കറിയാം. എങ്കിലും അടുത്ത് പരിചയപ്പെടുന്നത് മാർഷലൈനാടിലെ പുള്ളി CRC ആയിട്ട് വന്ന സമയത്ത് അത് ഞങ്ങളുടെ LP ചെയ്യാണ്. ആ സമയത്താണ് ആന്റണി സാറിനെ അടുത്ത് പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ടതാണ് മുതൽ എന്നെക്കാട്ടിലും പ്രായത്തിൽ കൂടിയ മനുഷ്യനാണെങ്കിലും എന്നെ ഉണ്ണിയപ്പ എന്ന് മാത്രമേ സംഭവം ചെയ്തിട്ടുള്ളൂ. അത് പുള്ളി എല്ലാവരും തന്നെയാണ് വിളിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണ്. പുള്ളിയുമായിട്ടും വളരെ നല്ല ഒരു ബന്ധം എനിക്കുണ്ട്. മുഖ്യാതിഥികളായ ആന്റണി, മറ്റു സുഹൃത്തുക്കളെ, ജോജുവിനെ ആദ്യമായിട്ട് കാണുന്നത് 13/8/1986 ജോജുവിന് മുമ്പ് ഒരു 8 ദിവസം മുമ്പാണ്, ഒരാഴ്ച മുമ്പാണ് ഞാൻ റെയിൽവേയിൽ ജോയിൻ ചെയ്യുന്നത്. ഞങ്ങളുടെ ബാച്ച് ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് ഞങ്ങളുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് ലിസ്റ്റിൽ ഞാൻ രണ്ടാമനും ജോജു മൂന്നാമനുമായിരുന്നു. അപ്പൊ ഞാൻ അംഗമാലിക്കാരനായതുകൊണ്ട് തന്നെ ജോജുവിന്റെ അഡ്രസ്സ് MA ജോജു മുണ്ടാടം ഹൗസ് അങ്കമാലി എന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ ഒരാഴ്ചയായിട്ട് ഇദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു, ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി. അപ്പൊ കണ്ടതിന് സമയത്ത് വളരെ സന്തോഷം തോന്നി. അന്ന് സുശീല് നൗഫല് പോലുള്ള പൊക്കമുള്ള ആൾക്കാരുടെ ഇടയിൽ പൊക്കക്കുറവൊക്കെ ആയിട്ട് ഞാൻ അവകാശബോധമൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ജോലി വന്നപ്പോൾ ഞങ്ങളിത് ഒരേ പൊക്കം ആ വേവിലത്ത് ഞങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ മറ്റൊരു സർവീസിലോട്ട് റെയിൽവേയിൽ തന്നെ പോയെങ്കിലും അതിനുശേഷം ഒരു 10 വർഷത്തോളം ഞങ്ങൾ എല്ലാ ദിവസവും മീറ്റ് ചെയ്യുമായിരുന്നു. കാരണം ഞാൻ അങ്കമാലിലായിരുന്നു, ജോജു അങ്കമാലിൽ വരുമായിരുന്നു. ഒരു എൻ്റെ ജീവിതത്തിൽ അത് വളരെ നല്ല കാലഘട്ടമായിരുന്നു. ഞങ്ങളുടെ ഒരു ബാച്ചിലർ പീരീഡ്. അപ്പൊ ജോജു എല്ലാ ദിവസവും ഞങ്ങളായിട്ടുള്ള മീറ്റിങ്ങുകളിലും ഞങ്ങളുടെ കാര്യങ്ങളിലും എല്ലാം പങ്കെടുത്ത് എനിക്ക് തോന്നുന്നു ജോജുവിന്റെ ജീവിതത്തിലെ ഒരു നല്ല കാലഘട്ടമായിരുന്നു തോന്നുന്നു. പക്ഷെ അതിനുശേഷം ഏതാണ്ട് പിന്നെ ഒരു 10-20 വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ കുറെ ഗ്യാപ്പായി. പലപ്പോഴും കാണും, പലപ്പോഴും സംസാരിക്കുന്നുള്ളൂ. പക്ഷെ എൻ്റെ അടുത്ത ഒരു സുഹൃത്തുക്കളുടെ ഒരു 10-25 പേരുടെ അടുത്ത സുഹൃത്തുക്കൾ എടുത്താൽ അതിനകത്ത് ആദ്യത്തെ 10 പേര് ഒരാളെ ജോജു എടുക്കും. ജോജുവിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും പ്രതിസന്ധികളിൽ ചെന്ന് പെടാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ വഴിയെ പോകുന്ന വയ്യവലിട്ട് തലയിൽ വെക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ ഈ പ്രതിസന്ധി കാലഘട്ടത്തിലാണ് നമുക്ക് നമ്മുടെ റിയൽ ഫ്രണ്ട്സ് ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ എന്റെ പ്രതിസന്ധി കാലഘട്ടത്തിലെല്ലാം ജോജുവിന്റെ ശക്തമായ വളരെ നല്ല വാക്സാമർത്ഥ്യം കൊണ്ട് എന്നെ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും മറ്റുള്ള തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഫോർത്ത് പാർട്ടി പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ജോജു നിങ്ങളെ പറ്റി ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത്. അപ്പൊ ജോജുവിന്റെ ആ ഒരു നല്ല മനസ്സ് എൻ്റെ എപ്പോഴും ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഓർക്കുന്നത്. അടുത്തത് ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ജോജുവിന്റെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടായാലും ഞങ്ങളൊക്കെ അവിടുത്തെ സ്ഥിരം ആൾക്കാരായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ കാലമായിട്ട് ആ ഒരു ഗ്യാപ്പായി. പിന്നെ റിട്ടയർമെന്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് റിട്ടയർമെന്റ് ഞാൻ റെയിൽവേയിൽ നിന്ന് റിസൈൻ ചെയ്തതല്ല. ഞാൻ റെയിൽവേയിൽ പോയിട്ട് ഇപ്പോൾ ഏതാണ്ട് 25 വർഷമായി. 10 വർഷം ജോലി ചെയ്തു. 25 വർഷമായിട്ട് ഞാൻ റെയിൽവേ പെൻഷൻ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഞാൻ റിട്ടയർമെന്റ് വളരെ സന്തോഷകരമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ റിട്ടയർമെന്റ് എപ്പോഴും ഒരു നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. പിന്നെ ജോജുവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ജോജുവിന് ഇപ്പൊ എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങളുള്ളതാണ്. 2 മക്കളും ഹയറിന്റെ പ്രൊഫഷണൽസായി. വൈഫാണെങ്കിലും റിട്ടയർ ചെയ്തു. ഇപ്പോൾ സാമ്പത്തികമായിട്ടാണെങ്കിലും വളരെ ഉയർന്ന നിലയിലാണ്. നല്ല രീതിയിൽ 2 പേരുടെയും കൂടെ പെൻഷനുണ്ട്. നല്ല രീതിയിലുള്ളൊരു പിന്നെ അദ്ദേഹത്തിന്റെ ഹെൽത്തും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ പെർഫെക്റ്റ് ആണ്. ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യേണ്ട അവസരം ഉണ്ടാക്കി. ഇപ്പോ 4 വർഷം ഇവിടെ CRC ആയിരുന്ന കാലത്തും അൺഫിറ്റ് ആയതിനു ശേഷം 1 വർഷത്തോളം ഓഫീസിലുണ്ടായിരുന്ന കാലത്ത് ഇവർ 2 പേരും ഞങ്ങൾ കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ 91 തൊട്ട് ജോജുവിനെ അറിയുന്നതാണ്. അതിനു മുമ്പ് തന്നെ PC ആന്റണി അറിയുന്നതാണ്. പാലക്കാട് വെച്ച് ഞാൻ ഇവരോട് വർക്ക് ചെയ്യുന്ന കാലത്ത് എനിക്ക് എന്റെ സീനിയറായിരുന്നു PC ആന്റണിയെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു പേര് കേട്ട അല്ലെങ്കിൽ എല്ലാവർക്കും വളരെ സഹായം ചെയ്ത് പോന്നിരുന്ന ഒരു സേഫ്റ്റി കൗൺസിലർ ആയിരുന്നു എന്നാണ് ഞങ്ങൾക്ക് അറിയുന്നത്. അത്ര നല്ല സ്നേഹിതനായിരുന്നു. അവിടെ സേഫ്റ്റി കൗൺസിലർ ആയിരുന്നു. നമുക്ക് സാധാരണ ഒരു പൊസിഷനിലെത്തുമ്പോൾ ബൈ ഫൈനാൻസ് അല്ലെങ്കിൽ പൊസിഷൻ
ഏതെങ്കിലും രീതിയിൽ LI ആകുമ്പോഴോ അല്ലെങ്കിൽ പ്രൊമോഷനായി ഒഫീഷ്യൽസ് ആയി പോകുമ്പോഴോ ഈ സ്വഭാവ വ്യതിയാനം അത് മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അത് പക്ഷേ ചിലർക്ക് മാത്രമേ ബാധിക്കാറുള്ളൂ. ചിലർ വിചാരിക്കും നമ്മുടെ അഡ്മിനിസ്ട്രേഷന്റെ ആളുകളായി ഇനി നമ്മുടെ സ്റ്റാഫിനെയൊക്കെ ഭരിക്കണം എന്നുള്ള ചിന്താഗതിക്കാണ്. പക്ഷെ മറിച്ച് ട്രിവാൻഡ്രം ഡിവിഷനിൽ നമുക്ക് പ്രത്യക്ഷമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു 90% സ്റ്റാഫ് പ്രൊമോഷൻ ആയിരുന്നാലും നമ്മളെ പഴയ ചങ്ങാതിമാരാണ്. അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടി അവരെടുക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിലും അവര് ഒരു സ്നേഹിതരാണ്. പഴയ സ്നേഹം വെച്ചു പുലർത്തുന്ന ഒരു സ്വഭാവം നമ്മൾ ട്രിവാൻഡ്രം ഡിവിഷനിൽ കാണാറുണ്ട്. ഒരുപക്ഷെ യൂണിയന്റെ സ്ട്രെങ്ത് കൊണ്ടായിരിക്കാം, അല്ലാതെയും ആയിരിക്കാം, സ്വാഭാവികമായിട്ടുള്ളതുമായിരിക്കും. പക്ഷെ പാലക്കാട് ഡിവിഷനിലൊന്നും അങ്ങനെ, മറ്റുള്ള ഡിവിഷനിലൊന്നും അതല്ല. സൂപ്പർവൈസറി ലെവലിലായി കഴിഞ്ഞാല് അവരുടെ സ്വഭാവം കംപ്ലീറ്റ് വ്യതിയാനം ഉണ്ടാവും. അപ്പൊ സ്റ്റാഫിനെ ഇപ്പൊ തമിഴിൽ പറയും, പിറപ്പൊക്കും എല്ലാ വീർക്കും സിറപ്പുവ ചെയ്തൊഴിൽ വേറ്റുമേൻ എന്ന് വെച്ചാൽ, എനിക്ക് ശരിക്കും മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയില്ല, എന്നാലും ഒരുവിധം പറയാം. നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കനുസരിച്ച് അതിനെ അവരെ താഴ്ത്തിക്കെട്ടരുത് എന്നുള്ള ഒരു ചിന്താഗതിയാണ് ആ തിരുക്കുറളിൽ പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ലോക്കൽ റണ്ണിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ തന്നെ പ്രധാനമായിട്ട് വളരെ സുപ്രധാനമായിട്ട് പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന, റെയിൽവേയുടെ ജീവനാടിയായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ നമുക്ക് ഒരു അൺഫിറ്റ്നസ്, അതിൽ അൺഫിറ്റായി വരുമ്പോഴാണ് അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾ എത്രത്തോളം ഓഫീസിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന അപ്പോഴാണ്. അതുവരെയ്ക്ക് നമുക്ക് തോന്നും, നമുക്ക് റണ്ണിംഗ് സ്റ്റാഫ് ആയിരിക്കുമ്പോഴും നമുക്കൊരു പ്രത്യേകതയുണ്ട്, ഒരു ഡോമിനേഷൻ ഉണ്ട്. നമ്മൾ ലോക്കോയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ ഏത് ഒഫീഷ്യൽ വന്നിരുന്നാലും നമ്മൾ ഡ്യൂട്ടി പക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സംതൃപ്തിയോട് ഇറങ്ങി പോകാനും നമുക്ക് ആ റെസ്പെക്ട് ആയിട്ട് തന്നെ ആ ജോലി കണ്ടിന്യൂ ചെയ്യാനും പറ്റും. പക്ഷെ അതല്ല അൺഫിറ്റ് ആകുമ്പോഴുള്ള ഒരു പൊസിഷൻ. അപ്പോഴ് ഞാൻ ജോജുവിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അവസരം എനിക്കുണ്ടായിരുന്നു. പുള്ളി CCRC ആയിട്ട് കൂടെ ഇരിക്കാൻ CLA ആയി വർക്ക് ചെയ്യുന്നത്. സത്യം പറയണ എന്റെ പ്രധാനമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലൊക്കെ എന്നെ അഡ്വൈസ് ചെയ്യുന്ന ഒരാളാണ് ജോജു. ആസ് എ ഫൈനാൻഷ്യൽ എക്സ്പെർട്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഇടയിലുള്ള KSOBയും ജോജുവാണ് നമ്മുടെ ഫൈനാൻഷ്യൽ എക്സ്പെർട്സ് എന്ന് നമ്മൾ കണ്ടിരിക്കുന്നത് റണ്ണിംഗ് സ്റ്റാഫിൽ. അത് വളരെ വ്യക്തമാണ്. ജോജുവിന്റെ അടുത്ത് എന്നെക്കാട്ടും എന്റെ സർവീസും എനിക്ക് എത്ര പെൻഷൻ കിട്ടുമെന്ന് ജോജുവിന് അറിയാം. നമ്മുടെ ഓരോരുത്തരുടെയും കണക്ക് ജോജുവിന് മനപ്പാടമാണ്. അത്ര വ്യക്തമായിട്ട് കണക്ക് കൂട്ടി നമുക്ക് അഡ്വൈസ് ചെയ്യുന്ന ഒരാളാണ്. അതാണ് ജോജുവിന്റെ ഒരു പ്രത്യേകത. അത് നമുക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ പുള്ളി പറയും, ഇന്നത് ചെയ്യണമെന്ന്. അത്രയ്ക്ക് മിടുക്കനാണ്. PC ആന്റണി അതുപോലെ തന്നെ PC ആന്റണിക്ക് മറുവശമുണ്ട്. പുള്ളി CRC ആയിരിക്കുമ്പോഴും ആരെയും ഉപദ്രവിക്കരുത്, ആരെയും ഉപദ്രവിക്കാതെ ആ ജോലി ചെയ്യാൻ പറ്റില്ല. ഞാനത് ജോലി ചെയ്തുകൊണ്ട് എനിക്കറിയാം. ആരെങ്കിലും ഉപദ്രവിച്ചാലേ, മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് ആ പണി ഇത്തിരി കട്ടിയായിട്ടുള്ള വർക്ക് നമുക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്താലേ പറ്റുള്ളൂ, ആ വണ്ടി വർക്ക് ചെയ്താലേ പറ്റുള്ളൂ. അപ്പം ഒരാളിനെ ദ്രോഹിച്ചാലേ മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മുടെ ജോലിയിലുണ്ട്. ആ ജോലിയിൽ പോലും PC ആന്റണി വ്യത്യസ്തനാണ്. PC ആന്റണി ഇത് എങ്ങനെ ഒഴിയുമെന്ന് എനിക്കറിയില്ല. ഒരു മന്ത്രമുണ്ട് PC ആന്റണിക്ക്. ആര് വന്ന് ആവശ്യപ്പെട്ടിരുന്നാലും ഇവിടെ ഇതിന് ഇത്ര വിഷമമുണ്ടാ, നീ ഇന്ന വാക്കുകളെന്ന് ചോദിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകൂടാ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട് പുള്ളിക്ക്. അത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളത് ആത്മാർത്ഥ വെച്ച് മറ്റവരെ വിളിച്ച് മറിച്ചവരെ വിളിച്ച് നീ ഒന്നും മാറ്റിക്കൊടുക എന്നൊക്കെ പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ വളരെ നിസ്സാരമായിട്ട് ഒറ്റ സെന്റൻസിൽ PC ആന്റണിയെ കൊടുക്കും. PC ആന്റണി പറയും, എടാ നീ അവനെ വിളിച്ചിട്ട് ഞാൻ എന്റെ നമ്പർ തരാം, അന്ന് അവനെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ തമ്മിൽ സെറ്റിൽ ചെയ്തു. സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ഒതുങ്ങും. അത് പുള്ളിയുടെ ഒരു മന്ത്രമാണ്. അത് നമുക്ക് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ പറയേണ്ടതല്ല. ആരെയും വെറുപ്പിക്കാതെ ആ പോസ്റ്റിൽ ഇരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വെറുപ്പിക്കാതെ പോയ ഒരു വ്യക്തിത്വമാണ് PC ആന്റണി. ഒരുപാട് മെഡിക്കലായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഇപ്പൊ അവസാനത്തെ ഡ്യൂട്ടി പുള്ളി റിട്ടയർ ആകുന്നതിന്റെ അന്ന് ട്രിവാൻഡ്രത്തിൽ പോകുന്ന ട്രെയിനിൽ ഞാനുണ്ട്. ഞാൻ ട്രെയിനിൻ്റെ അകത്തിരിക്കുന്നത്, ഞാൻ നാട്ടിൽ പോകും ഇൻഡസ്ട്രിക്കാരെ ഇരിക്കുമ്പോഴാണ് പുള്ളി വരുന്നത്. അപ്പൊ ഞാൻ വിളിച്ചു, ഞാൻ ഭക്ഷണം എടുത്തിട്ടില്ല. അപ്പോ PC-യുടെ സ്വഭാവം നമുക്കറിയാലോ. PC എന്നെ കൊണ്ട് കഴിപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് കഴിച്ച് ട്രിവാൻഡ്രം വരെ വർത്തമാനമൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോയി. എനിക്ക് വലിയൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു. കാരണം പോകുന്ന വഴിക്ക് PC ഞാൻ റിട്ടയറാണെന്ന് അറിഞ്ഞില്ലായിരുന്നു. ഒരുപാട് ഒത്തിരി സംസാരിച്ചിരിക്കുകയായിരുന്നു. പുള്ളിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ മിക്കവാറും എന്നോട് പറയുമായിരുന്നു. ഒരുപാട് വിഷമിച്ച ഒരാളാണ്. അമ്മ സുഖമില്ലായിരുന്നു,
ഒരു സഹോദരി സുഖമില്ലാതിരിക്കുന്നു. ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്ന ഒരു ഭാര്യ. എന്നിട്ടും അവര് MPhil ഒക്കെ കഴിഞ്ഞ് പഠിക്കാൻ ഈ റണ്ണിങ് സ്റ്റാഫിന്റെ ഇടയിൽ എങ്ങനെയാണ് ഇത് പഠിച്ചതെന്ന് എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ജോലി തന്നെ കഷ്ടപ്പാടിന്റെ അങ്ങേയറ്റമാണ്. അതിന്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് അവര് MPhil കംപ്ലീറ്റ് പഠിച്ചെന്നുള്ളത് എനിക്ക് ഞാൻ PC അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ തന്ന ഒരാളാണ്. ഞാൻ കണ്ടിട്ടില്ലേ, ഒരു പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയിട്ടുള്ളൂ, അന്ന് കണ്ടതേ ഉള്ളൂ. എന്നാലും അത് കേൾക്കുമ്പോൾ ഒക്കെ അതൊരു വലിയ മോട്ടിവേഷനാണ്. അത് മോട്ടിവേഷൻ ആകണം നമ്മൾ ഓരോരുത്തർക്കും. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എളുപ്പം കിട്ടുന്നതല്ലല്ലോ. അപ്പൊ അത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്ന ഒരു വലിയ കാര്യമാണ്. നമ്മുടെ റണ്ണിങ് സ്റ്റാഫിന്റെ ഇടയിൽ അത്രയും ബുദ്ധിമുട്ട് ഭർത്താവ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ MPhil പഠിച്ചു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇന്നത്തെ അവരുടെ കുടുംബാംഗങ്ങൾ, പ്രിയ സുഹൃത്തുക്കളെ, എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള എല്ലാവരെയും ഒരുമിച്ച് കാണുവാൻ ഒരവസരം പന്തന ദേവത ശ്രമിക്കുന്നു. ഞങ്ങള് എല്ലാവരും പലതും പറഞ്ഞു, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. 86 ബാച്ചില് ഞങ്ങളുടെ ബാച്ച് ഏകദേശം തീരാറായിരിക്കുകയാണ്. ഈ റെയിൽവേയിലെ സർവീസ് ദൈവത്തിന്റെ ആകെ 2 പേരും കൂടെ വെച്ചോളൂ. സസി സജി, രാമകൃഷ്ണൻ, ആറുമൂല രാമകൃഷ്ണൻ, എല്ലാവരും തന്നെ വേണു ഈ മാസം റിട്ടയർമെന്റാണ്. എല്ലാവരും തന്നെ റെയിൽവേയിൽ നിന്നും റിട്ടയറായി പോവുകയാണ്. ആദ്യത്തെ ബാച്ച്, സെക്കൻഡ് ബാച്ച് എല്ലാം തന്നെ ഈ 2024-25 വർഷങ്ങളിലും എല്ലാവരും പുറത്തു പോകും. ഞാൻ പറയാൻ വന്നത്, ഷിറായ് സാർ പറഞ്ഞു റെയിൽവേ പറ്റി നമ്മള് തെറ്റായ ചിന്താഗതികൾ പലർക്കും ഉണ്ടെന്ന്. പക്ഷെ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം, ഞങ്ങള് ഇത്രയുമൊക്കെ വളർന്നത് ഞങ്ങൾക്ക് ദൈവം ഇങ്ങനെ ഒരു ജോലി തന്നതുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെ ഈ ജോലി കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ജോലിയിൽ ഉണ്ടാക്കിയാലും ധാരാളം സമരങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി ഇഷ്യൂസിലൂടെ കടന്നു പോയിട്ടുണ്ട്. എങ്കിലും നന്ദിയോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്, ഈ റെയിൽവേ സംവിധാനം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ആ സാലറി ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ മക്കളൊക്കെയും തന്നെ ആരും തന്നെ ദോഷമായ വഴിയിൽ പോകാതിരുന്നതിന് ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവരും ഞങ്ങളുടെ മക്കൾക്കൊക്കെ ഒരുമാതിരി നല്ല നിലയിലേക്ക് ഉയരാൻ ദൈവം ഇടയാക്കി തന്നു. അതൊക്കെ തീർച്ചയായിട്ടും നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുകയാണ്. പ്രിയബന്ധു നമസ്തേ, ഞാൻ ബാലസുബ്രഹ്മണ്യം, CLA എറണാകുളം. എനിക്ക് ചില കാര്യങ്ങളെല്ലാം നിങ്ങളൊക്കെ പറയാനുണ്ട്. ഐ എം ടച്ച്ഡ് വിത്ത് കുഞ്ഞുമുണ്ടാളൻ. എൻ്റെ മോളെ ക്ലാസ്മേറ്റാണ്. നൈസ്. കാരണം ഈ റണ്ണിങ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ സർവീസ് മൊത്തം റെയിൽവേ കൊണ്ട് ഒഴിഞ്ഞു വെച്ചേക്കാണ്. നമുക്ക് എന്താ പറയുക, സോഷ്യലുമായിട്ട് യാതൊരു ഇന്ററാക്ഷനും ഇല്ല. നമ്മളൊരു എന്താ പറയുക, സ്ക്രൂഡ് റോബോ ഇങ്ങനെ പോകുന്നു വരുന്നത്. നമ്മുടെ ബെറ്റർ ഹാഫ് ശരിയല്ലെങ്കിൽ ഇറയില്ല. നിറയെ ചാൻസസ് നമ്മളിപ്പോ കാണുന്നുണ്ട്. നമ്മുടെ യങ്ങർ ജനറേഷനാണ്. അപ്പൊ ഇവർ രണ്ടുപേരും ബ്ലെസ്ഡാണ്. അതായത് ജോജി സാറും സാറും ബെറ്റർ ഹാഫ് പക്ക. അത് കാരണം അവരെ ഇത്രയും ഗ്രേറ്റർ ഹൈറ്റ്സിൽ എത്താൻ പറ്റി. അവരെന്തെല്ലാം പാടുപെട്ട് അവരെല്ലാം സാക്രിഫൈസ് ചെയ്താലും അവരുടെ കുടുംബം നന്നായിട്ടുണ്ട്. ഒരു റണ്ണിങ് സ്റ്റാഫിന്റെ കുടുംബം ബേസിക് ആയിട്ട് നന്നായില്ലെങ്കിൽ ഇനി എന്തെല്ലാം ഉണ്ടായാലും ശരി, എന്തെല്ലാം ശരിയായാലും ശിഷ്ട ജീവിതം വെറും നരകമാണ്. ഞാൻ നിങ്ങൾക്ക് 2-3 കഥകൾ പറയാം. അതിനുണ്ട് APJ പറഞ്ഞത്, ഇൻ ലൈഫ് no one will remember how you looked, walk, talk or what you did. Everyone just remembers you by the way you made them feel when they were with you. APJ പറഞ്ഞതാണ്. അതൊരു
ഭയങ്കര ഒരു സംഭവമാണത്. അദ്ദേഹം ഒരു വലിയ ആളാണ്, അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും വലിയ ആൾക്കാരാണ്. പിന്നെ ജോജു സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, യുവർ ഗുഡ് ഡീഡ്സ് മൈറ്റ് സീം ഇൻവിസിബിൾ ബട്ട് ദേ ലീവ് എ ട്രൈബ് ദാറ്റ് ഈസ് ഇംപ്രിന്റഡ് ഓൺ ദ ഹാർട്ട്സ് ഓഫ് അതേഴ്സ്. ഇവർ രണ്ടുപേരുമേ എനിക്ക് നല്ലപോലെ അറിയാം. ആദ്യം ആന്റണി സാറെയാണ് എനിക്കറിയാവുന്നത്, കാരണം അദ്ദേഹത്തിന്റെ ALP ആയിട്ട് ഞാൻ പാലക്കാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 98 ഞാൻ മെഡ്രാസിൽ നിന്ന് ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് ജോയ് സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ആന്റണി സാറ് കളുറ മീനിന്റെ നളുറ മീനാണ്. അതായത് നമ്മളിങ്ങനെ മീനെല്ലാം കുറെ എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, ഒരു മീൻ അതിൽ നിന്ന് തന്നെ അങ്ങ് പോകും, നമ്മുടെ കയ്യിൽ കിട്ടത്തില്ല അവനെ കണ്ടിക്കാനാണ്. അതാണ് ആന്റണി സാർ. ജോജു സാർ നിങ്ങൾക്കെല്ലാം അറിയാം, ഷാർപ്പ് ആൻഡ് ഷൂഡാണ്. ഞങ്ങൾക്ക് LI സമൂഹത്തിന് ഒരു ഭയങ്കര നഷ്ടമാണ് സാർക്ക് വന്നത്. ദാറ്റ് മീൻസ് പ്ലസന്റ് ജേർണി ends with an upper ending. സാറ് VRS പോകുന്നുണ്ട്, ഒരാൾ സൂപ്പർ ആനിമേഷനാണ്. രണ്ട് ഡിഫറെന്റ്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എന്ത് കാര്യം ചോദിച്ചാലും ശരി ജോജു സാറിനോട്, സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്കത് എങ്ങനെ ഡീൽ ചെയ്യാം? അതെങ്ങനെ വിട്ടുകള, ഇത്രയേ ഉള്ളു, അങ്ങനെ പറയുന്ന ഒരാളാണ്. അപ്പോ എന്താ പറയാ, ഇപ്പോ ഈ ഞാൻ എപ്പോഴും വൈഫിനൊക്കെ പറയും, കാരണം ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഫാമിലി ആയിട്ട്. നമ്മൾ ഫീൽ ലോൺലി ആണ് എല്ലാ കാരണം നമുക്ക് ആരും ഒരു എന്താ പറയുക കൺസലേഷൻ പറയാനോ ആളില്ല, ഒന്നുമില്ല. നമ്മുടെ കാര്യങ്ങൾ വീട്ടുകാർ പോലും ചിലപ്പോൾ മനസ്സിലാക്കത്തില്ല. ആ കൂട്ടത്തിന്റെ ഇടയ്ക്ക് ഒരു പരിക്കൊന്നും പറ്റാതെ ഇത്രയും നാള് അവരുടെ ഒരു കരിയറിൽ ടോപ്പിലെത്തി രണ്ടുപേരും റിട്ടയർഡ് ആവുകയാണ്. ഗ്രേറ്റ്. 1986 ഒരു ബാച്ചായിട്ട് കയറിയതാണ് ഞങ്ങളെല്ലാവരും. പ്രായത്തില് എനിക്ക് രണ്ടുപേരുടെയും ശേഷം അറിയുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇവർക്കൊന്നും ഈ ജോലി കൊടുക്കാത്തതുകൊണ്ടും എനിക്ക് വളരെ നേരത്തെ മടുത്തതുകൊണ്ടും ഞാനൊരു 3 വർഷം മുമ്പ് അവസാനിപ്പിച്ചതാണ്. ഇതില് ജോലി പറയും ഒരേ ബാച്ച സമയത്താണ് ട്രെയിനിങ് എങ്കിലും അന്ന് മുതൽ പരിചയമുണ്ടെങ്കിലും മറ്റൊരു ഡിവിഷനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഔട്ട് സ്റ്റേഷനിൽ കാണുമ്പോൾ ഉള്ള ഒരു സൗഹൃദത്തില് അത്രയും ഉണ്ടായിരുന്നുള്ളൂ. ആന്റണിയൊക്കെ ഞാൻ ഒരു ബാച്ച് ഒരുമിച്ച് താമസിച്ച ആൾക്കാരാണ്. സൗഹൃദം ബന്ധം നിലനിർത്തുന്നതിൽ ഒരു നല്ല ഒരു വ്യക്തിയായിരുന്നു ജോജു. മാത്രമല്ല അദ്ദേഹം പിന്നീട് ഈ സൂപ്പർവൈസറി കച്ചറിയുന്നു CCRC LIയൊക്കെ പോകുമ്പോൾ പൊതുവെ നമ്മളൊക്കെ നമ്മുടെ ബാച്ചിലെ ആൾക്കാർ അവിടെ പല ഡിവിഷനിലൊക്കെ പോകുമ്പോൾ നമ്മളെന്താ ചെയ്യാൻ ചെയ്തത്, കഴിയുമ്പോൾ ആ ഡിവിഷനിൽ നിന്ന് നമ്മളുടെ വലിയ കാണുമ്പോൾ ചോദിക്കും ആളെങ്ങനെയുണ്ട്. നമുക്കൊരു ആകാംക്ഷ ആ പോസ്റ്റുകളിൽ അവര് എങ്ങനെയായിരുന്നു. എന്തായാലും ഇതുവരെ ഞാൻ അങ്ങനെ ജോജുവിനെ പറ്റി ചോദിച്ച ഒരാളും ചീത്ത പറഞ്ഞിട്ടില്ല. ജോജു മനുഷ്യമാണെന്ന് പറ്റി അങ്ങനെ ഒരുപാട് അനുഭവമുണ്ടായിരുന്നു. നമ്മുടെ ബാച്ചിലൊക്കെ പലരും LIയായിട്ട് പോയിട്ട് നമ്മൾ ചോദിക്കും എങ്ങനെയുണ്ട് ആളെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ നല്ല കുളിച്ച തെറി പറയുന്ന കുറെ പേരുണ്ടായിട്ടുണ്ട്. പക്ഷെ ആ കൂട്ടത്തിലല്ല, ജോജുവിനെ പറ്റി അങ്ങനെ വളരെ നന്നായി മാനേജ് ചെയ്ത ഒരാളെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം നമ്മൾ ജോജു CCI ഡെപ്പോലൊന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് നേരിട്ട് പരിചയമില്ല. ആന്റണിയാണെങ്കിൽ 1986 റെയിൽവേയില് തലേ ദിവസം, അതായത് ഓഗസ്റ്റ് 1 അതിന്റെ തലേ ദിവസം പാലക്കാട് വെച്ച് വെട്ടിയൊക്കെ വന്ന് ഏറ്റവും ആദ്യം പരിചയപ്പെട്ട ഒരാളാണ് PC ആന്റണി. അവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ കുറെ കാലം ഒരുമിച്ചായിരുന്നു. ആന്റണിയെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് എനിക്ക് പറയണം. ഒന്ന്, പ്രതിസന്ധികൾ അതിജീവിക്കാനുള്ള കഴിവ്. അത് സമ്മതിച്ചേ പറ്റൂ. കാരണം വളരെ അടുത്ത് നിന്ന് അനുഭവിച്ചതിനോട് പറയാനുണ്ട്. ഇതില് പറഞ്ഞത് ഞങ്ങൾ ഫസ്റ്റ് ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ പാലക്കാട് ഡിവിഷനിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ കൂടെ ആന്റണിയില്ല. ഒരു 3 മാസം ട്രെയിനിങ്ങിന് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ആന്റണി അവിടെ ട്രിച്ചിയിൽ റെയിൽവേ ഹോസ്പിറ്റലാണ്. കാരണം അന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് കൂട്ടു നിൽക്കാനൊന്നും കഴിയില്ല. നമ്മൾ തന്നെ ട്രെയിനീസാണ്. തിരിച്ച് ഡിവിഷൻ പോയി ജോയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആന്റണിക്ക് ഒരു അസുഖം ആ ഹോസ്പിറ്റൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വരികയുണ്ടായിരുന്നു. സത്യം പറയാതെ ഞാനൊക്കെയാണ് ആന്റണി സാറിലേക്ക് റെയിൽവേ കംപ്ലീറ്റ് ചെയ്യില്ല. ഒരു 2 കൊല്ലത്തിനുള്ളിൽ ഞാൻ ജോലി കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ആന്റണി ആ ഒരു എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് സമ്മതിച്ചേ പറ്റൂ. അതുപോലെ ഒന്നാണ് ആന്റണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
കുടുംബത്തോടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിലും ആനയോട് എനിക്ക് ഭയങ്കര സുഖമുണ്ട്. കാരണം ആദ്യ കാലഘട്ടത്തിൽ ഒരു ജീവിതം അറിയാം, നല്ലൊരു മകൻ, നല്ലൊരു സഹോദരൻ, നല്ലൊരു ഭർത്താവ്, നല്ലൊരു അച്ഛൻ. ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം. ആ കാര്യത്തിൽ എനിക്ക് ആനയോട് തോന്നിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളിൽ എനിക്കറിയാം, നമ്മുടെ സാധാരണ പറയുമ്പോൾ യൂണിയൻ കാര്യങ്ങളൊക്കെ പറയും. യൂണിയൻ കാര്യങ്ങളൊന്നും എനിക്ക് അത്ര താല്പര്യമുള്ള വ്യക്തികളൊന്നുമല്ല. എങ്കിലും നിങ്ങൾ തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. ഈ റിട്ടയറായാലും ആ സുഹൃത്തുക്കളും വീണ്ടും തുടരുമെന്നും എനിക്കറിയാം. എങ്കിലും ഈ റിട്ടയർമെന്റ് വേളയിൽ രണ്ടുപേരും ജോലിനും ആനയ്ക്കും നല്ല ഒരു കമ്മിറ്റിയാണ് ഉണ്ടാകുന്ന വിശ്വസിച്ചുകൊണ്ട് സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളായ ജോജോ, ആന്റണി, അവരുടെ കുടുംബാംഗങ്ങൾ, റെയിൽവേയിൽ സർവീസിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാര്, റിട്ടയർ ചെയ്ത മുഴുവൻ സഹപ്രവർത്തകരെ, അവരുടെ കുടുംബാംഗങ്ങളെ, ജോജോന്റെയും ആന്റണിയുടെയും കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ്. കാരണം ഞാൻ ഒരു 50 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നതാണ്. സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു, സ്റ്റേറ്റിന്റെ സെക്രട്ടറി ആയിരുന്നു, പോലീസ് ഓഫീസർ, ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പല മേഖലകളിലും. ഈ സമയങ്ങളിലെല്ലാം റെയിൽവേ ആയിട്ട് ഭയങ്കര ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനും പ്രത്യേകം ഞങ്ങളുടെ റെയിൽവേ പോലീസ് സ്റ്റേഷൻ AM-ഉം RM-ഉം ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ അതെല്ലാം നമുക്ക് സ്പർശിക്കുന്നതാണ്. ഇന്ന് എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി എനിക്ക് തോന്നിയത് നിങ്ങളുടെ എല്ലാവരുടെയും ആ സ്നേഹം, പെരുമാറ്റം, കിട്ടിയതിനു ശേഷം ആ ബന്ധങ്ങൾ. നമ്മളുടെ ആന്റണിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ആന്റണി ഞങ്ങൾക്ക് 100 നാവാണ്. കാരണം ഞങ്ങൾ 11 മക്കളാണ്. അതിൽ 11ാമത്തെ മകളാണ് ആന്റണിയുടെ ഭാര്യ. അപ്പോ ആന്റണി എന്നും എപ്പോഴും ശാരീരികമായും ജോലി സംബന്ധമായും വിഷമങ്ങൾ അനുഭവിക്കുന്ന കാലത്ത് എന്നും ഞങ്ങളുടെ ഒപ്പം എന്ത് ആവശ്യത്തിനും ഏറ്റവും ആദ്യം പങ്കെടുക്കുന്ന വ്യക്തി ആന്റണിയായിരുന്നു. ആന്റണിക്കുള്ള ഈ വിജയം ആന്റണിയുടെ ഭാര്യ, ഞങ്ങളുടെ ഇളയ സഹോദരി ലാലി, അവരുടെ കുടുംബാംഗങ്ങൾ, അവർ ശക്തമായ സപ്പോർട്ട്, ശക്തമായ സഹകരണം എല്ലാം ആന്റണിക്ക് ശക്തമായിരുന്നു. ആന്റണി, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ എത്രയോ വർഷം ജോലി ചെയ്തു. നിങ്ങളെല്ലാവരും, ഞാൻ 10-40 വർഷം ജോലി ചെയ്ത് 50 വർഷമായി ഞാൻ ഇവിടെ, ഇന്ന് ഞാൻ ജില്ലാ സെക്രട്ടറിയാണ്. എന്റെ ത്യാഗം ഞങ്ങൾക്കറിയാം. പക്ഷെ അതിനേക്കാളും നിങ്ങൾ ഈ റീജിയണൽ, പാലക്കാട് റീജിയനിലായാലും നമ്മുടെ ഈ കേരളം വിട്ടുപോകുന്ന ആ കാലത്തുള്ള 38 വർഷം മുമ്പുള്ള ത്യാഗം, കഷ്ടപ്പാട്, വിഷമങ്ങൾ നിങ്ങൾ എത്രയോ അനുഭവിച്ചിട്ട് എന്ന് ഇവിടെ എല്ലാവരും വിവരിച്ചു കഴിഞ്ഞു. അതെല്ലാം ശക്തമായിട്ട് നേരിടുമ്പോൾ ആന്റണി ശാരീരികമായി അസ്വസ്ഥമുള്ളപ്പോഴും അതിനെ പിടിച്ചു നിന്ന് ജോലിയോട് ആത്മാർത്ഥത കാണിച്ച് എത്ര വിഷമസന്ധി ഉണ്ടായും ജോലിയിലാണ് ആത്മാർത്ഥത. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോ അതിന്റെ നേരിടുന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ആന്റണിയെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സഹകരണം ഞങ്ങൾ വളരെ അഭിമാനം കൊള്ളിക്കുന്നു. നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരും കൂടെ വന്നിട്ടുള്ളവരും വരാത്തവരും എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരിക്കലും കൂടി ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം തന്നതിന് ഞാൻ നിങ്ങൾ എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. മോഹൻ സംസാരിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞ പോലെ ഞാൻ ജോജോന്റെ ഇളയ മകനാണ്. എല്ലാവരും പറഞ്ഞു ദീർഘിപ്പിച്ച പോലെ ഒരുപാട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും എല്ലാവരോടും ആദ്യമേ തന്നെ ഈ റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ ഡാഡി ആന്റണികളും സംഘടിപ്പിച്ച റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ വന്നതിന് എല്ലാവരോടും ആദ്യമേ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഈ ഡാഡിയുടെ 86 ബാച്ചിലുള്ള ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ, ലൈക്ക് 38 വർഷമായിട്ട് ഉള്ള സർവീസ് എന്ന് പറയുമ്പോൾ എനിക്കൊന്നും കോൺസെപ്ഷലൈസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ലൈക്ക് ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പല റോളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്നെ തന്നെ കാണുന്നത് നല്ലൊരു അനുഭവ സമ്പത്തുള്ള ഒരാളായിട്ട് ഞാൻ കാണുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ 38 വർഷം ഇങ്ങനെ ഭയങ്കര അനുഭവ സമ്പത്തോടു കൂടി എല്ലാവരുടെയും നല്ല വാക്കുകൾ മാത്രം കേട്ട് വർക്ക് ചെയ്ത ഡാഡിയുടെ ആ ഒരു എക്സ്പീരിയൻസിനെ എനിക്കത് ശരിക്കും കോൺസെപ്റ്റലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ലൈക്ക്
എൻ്റെ ഡാഡിയുടെ ജീവിതം ചെറിയ പ്രായം മുതൽ, ഓബിയസ്ലി ഞാൻ ജനിച്ച പ്രായം മുതൽ എല്ലാം റെയിൽവേ ആയിരുന്നു. ഇപ്പൊ ഞങ്ങളൊരു ചെറിയ ദൂരം യാത്രയാണെങ്കിൽ പോലും ഇപ്പൊ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇപ്പൊ അങ്കമാലി എറണാകുളത്തേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ എല്ലാവരും ബസ്സിന് അല്ലെങ്കിൽ കാറിന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴും എല്ലായിടത്തും റെയിൽവേ ആയിരുന്നു. ഇപ്പൊ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നെങ്കിൽ റെയിൽവേ കണക്ട് ചെയ്ത് ട്രാവൽ ചെയ്യാന്നുള്ളൊരു ചിന്ത മാത്രമേ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ ആലോചിക്കുന്നുള്ളൂ. ഇപ്പൊ എൻ്റെ അമ്മയ്ക്കൊക്കെ ട്രെയിനിൽ ട്രാവൽ ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് ഇങ്ങനെ എൻജോയബിൾ ആയിട്ടുള്ളൂ. ബസ്സിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ ഒന്നും ട്രാവൽ ചെയ്യാൻ നമുക്ക് ഇഷ്ടമല്ല. അപ്പോ ഈ കഴിഞ്ഞ 38 കൊല്ലം റെയിൽവേ എന്നുള്ള രീതിയിൽ ജീവിച്ചിട്ട് ഒരു പോയിന്റിൽ അത് ഇല്ലാതെ ആവുന്ന സമയത്ത് പ്രോബബ്ലി ലൈക്ക് എന്റെ ഡാഡിക്ക് ഒരു ഷോക്ക് ആയിരിക്കും. കാരണം ജീവിതത്തിൽ ഒരു മൊമെന്റ് പോലും വെറുതെ ഇരിക്കാത്തതല്ല. ലൈക്ക് ഈ വർക്ക് അല്ലാതെ ഉള്ള സാഹചര്യങ്ങളിൽ ഏതെങ്കിലും പ്രോജക്ട്സിന് പിന്നാലെയായിരിക്കും. ഒന്നുകിൽ പള്ളി പണിയാൻ പോകും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും ബന്ധുമിത്രാദികളുടെ വീട് പണിയാൻ പോകും. അവ എപ്പോഴും ഭയങ്കര ലൈവ്ലി ആയിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാനും എന്റെ ചേട്ടനും എഞ്ചിനീയറിംഗ് ബിരുദധാരികളാണ്, ഓൺ പേപ്പർ എഞ്ചിനീയേഴ്സ് ആണ്. പക്ഷെ എന്റെ ചേട്ടൻ തമാശ രൂപേണ ഇടയ്ക്ക് പറയാറുണ്ട്, ഇറ്റ്സ് റിയലി ഫാക്ച്വൽ ആണ്. ഞങ്ങൾ രണ്ടുപേരും ഓൺ പേപ്പർ എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ശരിക്കും ഞങ്ങളുടെ ഫാമിലിയിൽ ആകെ ഒരു എഞ്ചിനീയർ ഉള്ളൂ, ഡാഡി. ലൈക്ക് ഓബിയസ്ലി എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈസ് ലൈക്ക് പെർഫെക്റ്റ് ആണ്. ലൈക്ക് എന്ത് പ്രോജക്ട്സ് എടുക്കുകയാണെങ്കിൽ ഈസ് ആബ്സല്യൂട്ട്ലി പെർഫെക്റ്റ്. അപ്പോ ലൈക്ക് ഐ ആം ആബ്സല്യൂട്ട്ലി പ്രൗഡ് ഓഫ് മൈ ഡാഡ്. ലൈക്ക് ഞാൻ എന്റെ ചേട്ടനും ലൈക്ക് റോൾ മോഡൽസ് ആയിട്ട് വളരെ ചെറിയ പ്രായം മുതൽ കണ്ടിട്ടുള്ളത് ഡാഡി. ഈ ഒരു പോയിന്റിൽ എനിക്ക് പറഞ്ഞു തീർക്കാനുള്ളത് ജസ്റ്റ് ഇത്രയും നാളുള്ള ആ ഒരു കമ്മ്യൂണിറ്റി, ആ ഒരു ഫീലിംഗ് ഓഫ് ടുഗദർനെസ്സും ഇനിയും മുന്നോട്ടുണ്ടാവണം. ലൈക്ക് 86 ബാച്ചിലുള്ള മിക്ക ആൾക്കാരും ഓൾമോസ്റ്റ് റിട്ടയറായി. പക്ഷെ ഇപ്പോഴും ആ ഒരു കമ്മ്യൂണിറ്റി, ആ ഒരു ഫീലിംഗ് ഉണ്ട്. ഇതിനി മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകണം. സോ ദാറ്റ് മൈ ഡാഡ് ഇസ് നോട്ട് ലെഫ്റ്റ് ഔട്ട് ആൻഡ് ഇസ് നോട്ട് ലെഫ്റ്റ് ഔട്ട്, എവരിബഡി ഈസ് പാർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി. അത് ഞാൻ പറഞ്ഞുകൊണ്ട് ഐ എം സോറി ഫോർ ഓൾ ദ ഡ്രാമ ആൻഡ് താങ്ക്സ് എവരിബഡി. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നത്തെ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഇന്ന് പ്രിയ ഭർത്താവിൻ്റെ റിട്ടയർമെൻറ്റും അതുപോലെ ഒപ്പം ജോലി ചെയ്യുന്ന ഫ്രണ്ട് ജോജുവിൻ്റെ ഒരുമിച്ചുള്ള ഈ ഇടവാങ്ങൽ ചടങ്ങിൽ എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കാനും അഭിനന്ദിക്കുവാനും നല്ല വാക്കുകൾ കേൾക്കുവാനും ഇടവന്നതിന് ഒത്തിരിയേറെ നന്ദി പറയുകയാണ്. എന്താണ് ഇവിടെ 2 വാക്ക് പറയേണ്ടതെന്ന് എനിക്ക് വലിയ നിശ്ചയമില്ല. എങ്കിലും എന്റെ കുടുംബാംഗങ്ങളുടെ ഒരു റെപ്രസെന്റേറ്റീവ് എന്ന നിലയിൽ 2 വാക്ക് പറയുകയാണ്. PC ആന്റണി എന്റെ പ്രിയ ഭർത്താവ് 1976 ജോയിൻ ചെയ്തു എന്ന് പറയുന്നു. നമ്മള് ആ സമയത്ത് ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടമായിരുന്നു. പിന്നെ 95 ഞങ്ങളുടെ വിവാഹം 31 ജൂലൈ. അതേസമയം ആ 31 ജൂലൈ കഴിഞ്ഞാണ് അദ്ദേഹത്തിന്റെ ജോയിൻ ഇരുന്ന് കേൾക്കണം. വളരെ സന്തോഷമുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും വന്ന ആളാണ് PC ആന്റണി. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിലെ ആദ്യത്തെ എംപ്ലോയിഡ് പേഴ്സൺ, ഏർണിംഗ് മെമ്പർ ആയിരുന്നു ആന്റണി. ഒത്തിരിയേറെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ കുടുംബത്തെ സാമ്പത്തികമായിട്ടും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആന്റണിയുടെ റെയിൽവേ ജോലി വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം അന്ന് മുതൽ എനിക്ക് തോന്നുന്നു 22 വയസ്സിൽ ചേട്ടൻ ജോലിക്ക് കയറിയതാണ്. അന്ന് മുതൽ ഒത്തിരിയേറെ ഉത്തരവാദിത്വങ്ങൾ തലയിലേറ്റെടുത്ത് കൊണ്ടു നടന്നതാണ് ആന്റണി. പിന്നെ കുടുംബത്തോട് ഒത്തിരിയേറെ അറ്റാച്ച്മെന്റ് ഉള്ള ആളായിരുന്നു. കുടുംബമായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാം ആയിട്ടിരുന്നൊരു ഭാഗം. അതിൽ നിന്നാണ് ജോലിയായിട്ട് പാലക്കാട് ഡിവിഷനിലേക്ക് പോവുകയും അദ്ദേഹം ശാരീരികമായിട്ട് വയ്യാതാവുകയും ചെയ്യുന്നു ഞങ്ങൾ അറിഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളിലൊക്കെ വന്നെങ്കിലും പിന്നീട് ഈ പറയണം, ദൈവം ഞങ്ങളുടെ കൂടെ ഈ കടലകളിലൂടെ തുഴഞ്ഞ് നീങ്ങി വരുന്ന വഞ്ചിയില്, ചെറു വഞ്ചിയില്
അമരത്ത് ദൈവം ഉണ്ടെങ്കിൽ നമ്മളുടെ ശക്തമായിട്ടുള്ള കുടുംബം, സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു കുടുംബം ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും ജോലി സ്ഥലത്തായാലും വീട്ടിലായാലും സമൂഹത്തിലായാലും ശക്തമായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും എന്നുള്ളതിന് ഏറ്റവും വലിയതാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു പൂർണ്ണമായിട്ടും ആ സർവീസ് പീരീഡ് പൂർത്തിയാക്കി ഇദ്ദേഹം വിരമിക്കുമെന്ന്. കാരണം 95 മുതൽ ഞാൻ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്ന എല്ലാവർക്കും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും ഓരോരുത്തരുടെ ജീവിതത്തിൽ. എങ്കിലും ഞാൻ വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടായിരുന്നു. ഒപ്പം മാനസികമായിട്ടും തകരാതിരിക്കുവാനായിട്ട് എന്നെ കൊണ്ടാവുന്ന വിധത്തില് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഒരുപക്ഷെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് ഇപ്പോഴും കൂടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഏത് സമയത്തും ആ പീരീഡുകളിലൊക്കെ പാലക്കാടായിരിക്കുമ്പോഴും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ മോൻ വന്ന് രണ്ടാമത്തെ കുഞ്ഞ്, ഞാൻ ഡെലിവറി കഴിഞ്ഞ് 2 മാസം 3 മാസം ആയപ്പോഴേക്കിനും അദ്ദേഹം വീണ്ടും പൂർണ്ണമായിട്ടും ബെഡിൽ തന്നെയായി. ആ സമയത്തൊക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു, മാനസികമായിട്ടും ശാരീരികമായിട്ടും. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞങ്ങളുടെ വിവാഹം. പിന്നീട് ഒരു ജോലിയൊക്കെ എനിക്ക് മോഹം ഉണ്ടായിരുന്നു. പക്ഷെ ജീവിതത്തിന്റെ ചില ഭാഗങ്ങളിലൂടെ ഭാഗഭാക്കാക്കേണ്ടി വരുമ്പോൾ നമുക്ക് ആ ജോലിയിലേലും പ്രധാനമായിട്ട് നമ്മുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ നന്നായി നിർവഹിക്കുക എന്നുള്ളതായിരുന്നു. ദൈവകൃപയാല് അവിടുന്ന് അങ്ങനെ ബുദ്ധിമുട്ടുകളിലൂടെ തരണം ചെയ്ത് ഞങ്ങൾ വീണ്ടും എറണാകുളം ഡിവിഷനിലേക്ക് വന്നു. ഒത്തിരിയേറെ സന്തോഷം തോന്നി. പാലക്കാട് ചേട്ടൻ പറഞ്ഞു കേട്ട സ്ഥിതിക്ക് ഒത്തിരിയേറെ സഹപ്രവർത്തകരുടെ ആ ഒരു ശക്തമായിട്ടുള്ള സഹകരണം, കൂട്ടായ്മ, അത് അദ്ദേഹത്തെ ഒരുപാട് ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തി. വീണ്ടും എറണാകുളം ഡിവിഷനിലേക്ക് വന്നപ്പോൾ ഒത്തിരിയേറെ കുറച്ചും കൂടി സന്തോഷം തോന്നി. കാരണം നമ്മുടെ നാടും വീടും ഒക്കെ ഇവിടെയാണ്, ബന്ധുക്കളുണ്ട്, ഒരു സപ്പോർട്ടായിട്ട് എല്ലാവരും ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു ഇതായിരുന്നു. അത് പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. ആന്റണിയുടെ വീട്ടില് കുടുംബക്കാരായാലും എൻ്റെ കുടുംബക്കാരായാലും ഒത്തിരിയേറെ ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇന്നും ചേട്ടൻ ഷെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് സെൻഡിയാവും, അവിടെ കരഞ്ഞു പോകും. പക്ഷെ ഞാൻ അങ്ങനെ എത്ര സെൻഡി ആവണ ടൈപ്പ് അല്ല. കാരണം അങ്ങനെ സെൻഡിയായി കിടന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ വഞ്ചി എപ്പോഴും മുങ്ങിപ്പോകുമായിരുന്നു. അപ്പോ വരുന്നതിന് നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചല്ലേ പറ്റൂ. ഇവിടെ വരുമ്പോ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. രണ്ടാമത് ചേട്ടൻ വീണ്ടും വയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, ഇവിടെ നിന്ന് ഒരു കൈ തളർത്തിയിട്ടിട്ട് ഒരു കൈ കൊണ്ടാണ് ബാഗ് പിടിച്ച് ബസ്സിൽ കയറിയിട്ട് ചേട്ടൻ പോകുന്നത്. സ്ഥിരമായിട്ട് പോകുന്ന പ്രൈവറ്റ് ബസ്സിൽ ഇടി ചേട്ടൻ കണ്ട് നിർത്തി കൊടുത്തിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അന്നേരം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഏറി പോകുന്നു, സ്റ്റെയർ കേസ് ഒക്കെ അന്ന് ഇതുപോലെ എസ്കലേറ്റർ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇന്നും എന്റെ നെഞ്ചിൽ പൊള്ളണൊരു കാര്യമുണ്ട്. എടി, ഞാൻ അവിടെ നിന്നിട്ട് സ്റ്റേഷൻ ഇറങ്ങി കഴിയുമ്പോൾ 4 കാലിൽ ഞാൻ സ്റ്റെപ്പ് പിടിച്ച് നടന്ന് പോയിട്ടുണ്ടെന്ന്. 4 കാലം നാൽക്കാലികളാണ് നടക്കുന്നത്. പിന്നെ നമ്മുടെ കുഞ്ഞു വാവന്മാര്, ജോജുവിന്റെ പേരക്കുഞ്ഞു പോലത്തുള്ള കുഞ്ഞു വാവന്മാര് 4 കാലുകളിൽ കയറി കിടക്കണ്ട. പക്ഷെ ഇത്രയും പ്രായം ചെന്ന് എൻ്റെ ഹസ്ബൻഡോ, റെയിൽവേ ഉദ്യോഗസ്ഥനായ എൻ്റെ ഹസ്ബൻഡ് ചെറുപ്പക്കാരനായിരിക്കുന്ന സമയത്ത് 4 കാലില് സ്റ്റെപ്പ് പിടിച്ച് ഇറങ്ങി ജോലിക്ക് പോകുക എന്നുള്ളത് ഒത്തിരി വേദനയുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് അത് പ്രകടിപ്പിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയും, ഇപ്പോഴും എന്നാലും പോകാൻ പറ്റിയില്ലോ, ജോലിക്ക് കയറിയല്ലോ, അതൊരു വലിയൊരു ദൈവത്തിന്റെ ഒരു വലിയൊരു കൃപയായിരുന്നു. എങ്കിലും അതിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു. താൽക്കാലികമായിട്ട് പിന്നെയും ശരീരത്തിന്റെ ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. കണ്ണിന്റെ കാഴ്ച പെട്ടെന്ന് പോയി. 2 മിനിറ്റ് കൂടുതൽ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. കണ്ണിന്റെ കാഴ്ച 2009 അന്ന് ഞാൻ വർക്കിംഗ് ആണ്. ഇവിടെ ആലുവ ബോയ്സ് ഹയർ സെക്കൻഡറിയിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഞാനൊരു ദിവസം ജോലിക്ക് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം തലേദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഉറങ്ങിയതാണ്. രാവിലെ ഞാൻ പോകുന്ന സമയമായതിനും എന്തോ കണ്ണിന് വല്ലാത്തൊരു അടപ്പ് തോന്നണോ എന്ന് പറഞ്ഞു.
നമുക്ക് അടുത്ത് അങ്കമാലി ഹോസ്പിറ്റൽ, ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലാണ്. അവിടെ പോയി ഡോക്ടറൊന്നും ചെക്ക് ചെയ്ത് വേറെ വേദനയോ വേറെ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ല. അപ്പൊ ഒന്ന് പോയി മതി എന്ന് പറയും. ഏകദേശം ഒരു 8-9 മണിയായി കാണും. പിന്നെ ഇപ്പൊ എനിക്ക് തോന്നി ചേട്ടൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഐ ഡ്രോപ്സ് എന്തെങ്കിലും ഒഴിച്ചിട്ട് കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ, ഞാൻ എന്തായാലും പ്രിൻസിപ്പലിന്റെ അടുത്ത് പറഞ്ഞു ലീവ് എടുത്ത് ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് പോയതാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ സാധാരണ രീതിയിൽ OP-യിൽ ടിക്കറ്റ് എടുത്ത് വൈകിയത് കൊണ്ട് ആ കണ്ണിന്റെ കാഴ്ച ആ ട്രെയിൻ വരുന്ന ബ്ലഡ് വെസലില് ബ്ലോക്കായി, ജസ്റ്റ് ലൈക്ക് സ്ട്രോക്ക്. അത്രയും വലിയ ദൈവം ആക്കി വെച്ചു. പോകുന്ന വഴിക്ക് ഞങ്ങൾ നടന്നു പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആളുകളുടെ മേത്ത് തട്ടുമ്പോഴൊക്കെയാണ് അറിയാൻ തട്ടിയപ്പോഴാണ് എന്തോ പ്രശ്നമുണ്ടോ എന്നോ അപ്പോഴും നമുക്ക് മനസ്സിലായില്ല. പക്ഷെ അല്പം വൈകിയപ്പോഴാണ് ആ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടത്. അപ്പോഴാണ് ശാരീരികമായിട്ട് കിടന്നതിലും കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് നമ്മുടെ 2 കണ്ണും കാഴ്ചയുള്ളപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നില്ല. ഒരു കണ്ണ് നമ്മൾ അടച്ചു പിടിച്ചിട്ട് ഒന്ന് നടന്നു നോക്കിക്കേ, ഒരു കണ്ണിന് കാഴ്ചയുണ്ടെങ്കിലും നമ്മൾ വീണ് പോവും, പതറിപ്പോവും, ബാലൻസ് കിട്ടില്ല. ആ സമയത്ത് ഞാൻ ചേട്ടൻ പറഞ്ഞു ജോലിക്ക് എന്തായാലും നീ പോയിക്കോ, എന്തായാലും നിൽക്കണ്ട, വീട്ടിലെ കൂടെ ഇരിക്കണ്ട. പക്ഷെ ഞാൻ ജോലിയിലാണെങ്കിലും എൻ്റെ മനസ്സും ഹൃദയം എപ്പോഴും ചേണ്ട പോലെയായിരുന്നു. ഓരോ നിമിഷവും വെറുതെ വീട്ടിൽ അടഞ്ഞിരിക്കാതെ കണ്ട് പതുക്കെ റോഡരികിൽ കൂടെ നടന്ന് കുറച്ച് 1 കിലോമീറ്റർ അപ്പുറമാണ് തറവാട് വീടായിരുന്നത്. അവിടെ പോയി ഇരിക്കാനും വെറുതെ കാഴ്ച കണ്ടിരിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ എപ്പോഴും ചേട്ടൻ തള്ളി വിടുമായിരുന്നു. അതുപോലെ അവിടെ പള്ളിയിലെ ഫുട്ബോൾ കളി ചുമ്മാ കാണാൻ അങ്ങനെയൊക്കെ ആയിട്ട് നടത്തിക്കൊണ്ടുപോയായിരുന്നു. അങ്ങനെ പോയും എപ്പോഴും ആ ഒരു ഒപ്പം എൻ്റെ പ്രാർത്ഥനയുണ്ട്. ചില സമയത്ത് നമ്മൾ വിചാരിക്കും ദൈവം പോലും കൈവിട്ടെന്ന്, പക്ഷെ ദൈവം കൈവിടില്ല എന്നുള്ളൊരു കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു. ആ ഒരു അതിന് കൂടി തരണം ചെയ്തു പോന്ന ഒരവസ്ഥ വന്നതാണ് ഏറ്റവും വലിയൊരു വിജയമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ വീണ്ടും ഇതുപോലെ ജോലിയിലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും പെട്ടെന്ന് ചേട്ടനെ അഫക്റ്റ് ചെയ്യുകയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പല പ്രതിസന്ധികളിലൂടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരെ എത്തിയിരുന്നു. എങ്കിലും ദൈവകൃപയാല് അതെല്ലാം പൂർത്തീകരിച്ചു. അതിലുപരി ഇതൊക്കെ കുറച്ച് അതെല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമാണ്. അതിനൊക്കെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോരും. അതിലുപരി ഞങ്ങള് കൂടുതൽ എൻജോയ് ചെയ്തത് നമ്മുടെ കുറെ ഫ്രണ്ട്സായിട്ട് ഫാമിലി ട്രിപ്പ്, ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒത്തിരിയേറെ ഗുഡ് റിലേഷൻസ് നമുക്ക് കിട്ടി. റെയിൽവേ കണക്ഷൻസ് കുറെ പേര് പരിചയപ്പെടാൻ പറ്റിയ ഫാമിലി മെമ്പേഴ്സ്, മക്കള് എല്ലാവരും നമുക്ക് പരിചയപ്പെടാനും കുറച്ചുകൂടി കൂടുതൽ അടുത്തിടപഴകാനും, അതുപോലെ അവരുടെ വിവാഹങ്ങള് എന്ത് പരിപാടി വന്നാലും നമ്മളെ വിളിക്കും. എന്തായാലും എല്ലായിടത്തും വിളിക്കാൻ ഒരു വാക്ക് വിളിച്ചാൽ മതി, ഞങ്ങൾ അവിടെ റെഡിയാണ്. എല്ലായിടത്തും ഒത്തിരി എൻജോയ് ചെയ്യാനുള്ള ആഗ്രഹമുള്ള ആളാണ് എന്നിൽ കൂടുതൽ ആന്റണി. ട്രിപ്പുകൾ പോവുക, എൻജോയ് ചെയ്യുക. പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു നല്ല രീതി, ഒരു നന്മ എനിക്ക് എപ്പോഴും കണ്ടെത്തുന്നത് മറ്റുള്ളവരോടുള്ള സ്നേഹമാണ്. മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ട, അഥവാ ആളുടെ പേരിൽ തെറ്റ് വന്നാലും അപ്പൊ തന്നെ നമ്മളുടെ ഈഗോ വെച്ചിരിക്കാതെ കണ്ട് കാല് പിടിച്ചിട്ടായാലും മാപ്പ് പറഞ്ഞ് പഴയ സ്നേഹത്തോടു കൂടി തന്നെ കാണാൻ പറ്റുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു നന്മയാണ്. ആ നന്മ കൊണ്ടായിരിക്കാം ഇപ്പോഴും ഞങ്ങള് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബവും ദൈവാനുഗ്രഹിത്താൽ അദ്ദേഹത്തിന്റെ അതേ പ്രായത്തിൽ തന്നെ മോനും ജോലിക്ക് കയറി 22-ാം വയസ്സില്. ഇവിടെ നിന്ന് വിരമിച്ച് പോരുമ്പോ അദ്ദേഹം പറഞ്ഞു, ജോലി കിട്ടിയപ്പോ എൻ്റെ പിതാവ് അപ്പനുണ്ടായിരുന്നു. സാധാരണ കുടുംബത്തില് ഒരു പച്ചക്കറി കട നടത്തിയിട്ടുണ്ടായിരുന്ന അപ്പൻ, അമ്മ കൃഷിപ്പണിയായിരുന്നു. അപ്പനാണ് എന്നെ കൊണ്ടുവന്നാക്കിയത്. ഇപ്പോ ജോലിയിൽ നിന്ന് വിരമിച്ചു വന്നപ്പോ എൻ്റെ മകനാണ് എന്നെ കൊണ്ടുവന്നത്. അപ്പൊ അത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. മക്കളെയായാലും പഠിപ്പിക്കാനും ഞങ്ങളുടെ കുടുംബം ഇന്ന് ഈ നിലയിൽ എത്തുവാനും റെയിൽവേ ജോലി വലിയ ഒരു അനുഗ്രഹമാണ്. സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ദൈവം ഈ ജോലിയിലൂടെ ഇദ്ദേഹത്തിന്റെ നന്മയുള്ള മനസ്സിലൂടെ ഞങ്ങളുടെ കുടുംബത്തെ ഇന്നും ഇത്രയേറെ സന്തോഷത്തോടെ താങ്ങും തണലായി പിടിച്ചു നിർത്തി. ഒപ്പം ഞങ്ങളുടെ ഒപ്പം ഇപ്പൊ വിരമിക്കുന്ന ജോജുവിനെയും ഒത്തിരി സന്തോഷമുണ്ട്. ഈ പറയണം നല്ല വാക്കുകളുണ്ട്. ഈ ഹോള് മുഴുവൻ നന്മകളുടെ നല്ല വാക്കുകളുടെയും എല്ലാം പ്രസരിപ്പുകൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്.
ഈ പറഞ്ഞ ജോജു ഒരു പ്രാവശ്യം കേട്ടിട്ടും അദ്ദേഹത്തിന്റെ മെമ്മറിയിൽ അത്രയേറെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു പ്രാവശ്യം ഒരാളുടെ പേര് എന്റെ വീട്ടിലുള്ളവരുടെ പേര് പോലും ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങനെയത് പറഞ്ഞ് എടുക്കുന്നതെന്ന് പോലും അറിയില്ല. ആന്റണി ആണെങ്കിൽ പറയുമ്പോ അപ്പൊ തന്നെ മറന്നു പോണ രീതിയാണ്. എന്തായാലും ഒരുമിച്ച് അയൽവകക്കാരാണ്. അങ്കമാലി അത്താണി രണ്ടുകൂട്ടരും ഒരേ സമയം കയറുന്നു. ഈ 38 വർഷക്കാലത്തെ റെയിൽവേ ജീവിതത്തിനോടുള്ള ഒരു വിടവാങ്ങലുമായിട്ട് രണ്ടുപേരും ഒരുമിച്ച് പിരിയുകയും ചെയ്യുമ്പോൾ ഇനിയും നമുക്ക് ഇത് ഒരു പിരിയലല്ല, ഇതൊരു തുടക്കമാണ് മറ്റൊരു ജീവിതത്തിന്റെ. കൂടുതൽ സന്തോഷമായിട്ടും സമാധാനമായിട്ടും നമുക്ക് ഇനിയുള്ള ജീവിതം മുന്നോട്ട് നിന്ന് കൊണ്ടുപോകാം. എൻ്റെ ഈ വാക്കുകളെല്ലാം ശ്രമിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഇവരോടെല്ലാം ഞങ്ങളെല്ലാം കാണിക്കുന്ന സ്നേഹവും ആദരത്തിന്റെ സൂചനയായി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അറിഞ്ഞു. വേദന നീങ്ങുന്ന ജീവിതാനുഭവങ്ങൾ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റെയിൽവേ ഓഫീസേഴ്സ്, റെയിൽവേ സ്റ്റാഫ്, സഹപ്രവർത്തകരെ, എൻ്റെ ബന്ധുമിത്രാദികളെ, എല്ലാവർക്കും നമസ്കാരം. എന്നെ ഞാനായി ഈ നിലയിലേക്ക് ഉയർത്തുവാനും സാമ്പത്തികമായും സാംസ്കാരികമായും ഉയർന്ന നിലയിലേക്ക് എത്തുവാനും എന്നെ സഹായിച്ചത് എൻ്റെ റെയിൽവേ ജോലിയാണ്. ഇതില്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്നുമാകില്ല. ഈ ജോലി സന്തോഷത്തോടെ പൂർത്തിയാക്കുവാൻ സഹായിച്ചത് റെയിൽവേയിലെ ഓരോ ജീവനക്കാരെയും സ്നേഹവും സഹായ സഹകരണങ്ങളും മറ്റും കൊണ്ടാണ്. ഇതിന് ഞാൻ ദൈവത്തോടും നിങ്ങളോടും നന്ദി പറയുകയാണ്. 1986 ജൂലൈ 31 ഞാൻ റെയിൽവേ ജോലിക്ക് കയറി. പുതിയ കാലാവസ്ഥയും അനുഭവങ്ങളും എന്നെ രോഗിയാക്കി. വളരെ വിഷമകരമായ അവസ്ഥയിലായിരുന്നു ഞാൻ. എൻ്റെ ട്രെയിനിങ് പീരീഡിൽ രോഗാവസ്ഥയിലായി എന്നെ കൈപിടിച്ച് ഉയർത്തിയെത്തും പറ്റും. എൻ്റെ ബാച്ച് എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ നന്ദി പറയുന്നു. ഈ സമയങ്ങളിൽ എന്നെ പരിചരിക്കുന്നതിന് എന്റെ ചേട്ടൻ കൊച്ചിയിൽ വരികയും എന്നെ പരിചരിപ്പിക്കുകയും ചെയ്തു. എല്ലാ കടപ്പാടുകൾക്കും ഞാൻ നന്ദി പറയുന്നു. 1995 എന്റെ കല്യാണം കഴിഞ്ഞു. 2002 പീരീഡിൽ വീണ്ടും ഞാൻ ശാരീരികമായി മാനസികമായി തകർന്നു വരുന്നു. എന്റെ കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും എനിക്ക് തന്ന മോട്ടിവേഷനും മറ്റ് സഹായ സഹകരണങ്ങളുമാണ് ഈ ജോലി ഇവിടം വരെ എന്നെ കൊണ്ടെത്തിപ്പിച്ചത്. വിൽപത്രം എഴുതിച്ച് മരണകർത്തികളുണ്ട്. എന്റെ സഹധർമ്മിണി ഉറങ്ങാതെ മാസങ്ങളോളം എന്നെ പരിചരിച്ചു. അതിന്റെ രണ്ടാമത്തെ കുട്ടിക്ക് 4 മാസം പ്രായമുണ്ടായിരുന്നു. എന്റെ ഭാര്യയാണെങ്കിലും അവളുടെ കടമയാണെങ്കിലും ഇത്രമാത്രം പരിചരിക്കുകയും ചെയ്ത എന്റെ ഭാര്യയെയും അവരുടെ കുടുംബാംഗങ്ങളെയും എന്റെ കുടുംബാംഗങ്ങളെയും വളരെ വളരെ നന്ദിയോട് ഞാൻ ഓർക്കുന്നു. ഈ ആപത്ഘട്ടത്തിൽ എന്നെ സഹായിച്ച എല്ലാവർക്കും ഈശ്വരനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. 2015 കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയും അൺഫിറ്റ് ആവുകയും പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. 30-ാം തീയതിയോടുകൂടി എന്റെ റെയിൽവേയിലെ ഓട്ടം ഞാൻ നന്നായി പൂർത്തിയാക്കി. ഇതിന് സഹായിച്ച എല്ലാവരെയും നേരിൽ കാണുവാനും നിങ്ങളോട് നന്ദി പറയുവാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. എല്ലാവരുടെയും കൂടി ഞാൻ ഇതോടുകൂടി വിടവാങ്ങുകയാണ്. ഇത്രമാത്രം വിനയത്തോടെയും സ്നേഹത്തോടെയും നന്ദിയോടെയും ഞാൻ വിടവാങ്ങട്ടെ. താങ്ക് യു. രാധാകൃഷ്ണൻ സാർ, എൻ്റെ പ്രിയ സുഹൃത്ത് PC ആന്റണി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ സീനിയർ സുഹൃത്തുക്കളെ, റിട്ടയർഡായിട്ടുള്ള ഒത്തിരി പേര് ഇവിടെ ഞങ്ങളെ അനുമോദിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സംബോധന ചെയ്യും.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 1986 ഞാനും ആന്റണിയും റെയിൽവേ സർവീസിൽ വന്നത്. ഏകദേശം 21 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഞാൻ സർവീസിൽ വരുന്നത്. 7ാം ക്ലാസ് വരെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു സ്കൂളിലാണ് പഠിച്ചത്. 8ാം ക്ലാസ് തുടങ്ങിയിട്ട് കൊരട്ടിയിലുള്ള ടെക്നിക്കൽ സ്കൂളിലാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ കൊച്ചു കൊച്ചു സൂത്രങ്ങൾ ആദ്യമേ സ്വായത്തമാക്കിയിരുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ ഒരു സ്പെഷ്യലൈസേഷൻ ആയിട്ടായിരുന്നു. അപ്പൊ ഷീറ്റ് മെറ്റലായിരുന്നു അന്നത്തെ എൻ്റെ ട്രേഡ്. അതുകൊണ്ട് തന്നെ 9ാം ക്ലാസ്സിലെ വെക്കേഷനിൽ തന്നെ ഞങ്ങളുടെ അടുത്തുള്ള കടക്കാരൻ്റെ ഈ കടയിൽ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന പേള, അവൻ്റെ കപ്പ്, അതെല്ലാം ഷീറ്റിൽ ഉണ്ടാക്കി കൊടുക്കും. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ വെക്കേഷനിൽ ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഇലക്ട്രീഷ്യൻ്റെ കൂടെ വയറിങ്ങിന് പോയിട്ടുണ്ട്. പിന്നെ 3 വർഷം പോളിടെക്നിക് പഠിക്കുന്ന കാലത്തും ഈ ഇടവേളകളൊക്കെ എന്തെങ്കിലും ജോലി ചെയ്യുക ഒരു ശീലമായിരുന്നു. അതിനുശേഷം ഉടനെ തന്നെ 1 വർഷം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഒരു കോൺട്രാക്ടറുടെ ജോലി ചെയ്തു. അതിനുശേഷം 1 വർഷം KSCB-യിൽ അത്താണിയിൽ ടെക്നീഷ്യൻ അപ്രന്റീസ് ആയിട്ട് ജോലി ചെയ്തു. അന്ന് PC ആന്റണി ഒരു ബെൽമ കൺസ്ട്രക്ഷൻസിന്റെ ഇലക്ട്രിക്കൽസിന്റെ സൂപ്പർവൈസർ ആയിരുന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ആന്റണി ഞാനൊന്ന് കൈയൊക്കെ പൊക്കി കാണിച്ചിട്ടാണ് അങ്ങോട്ട് പോവുക. അതിന് മുമ്പേ പോളിടെക്നിക്കിൽ വെച്ചും പരിചയമുണ്ട്. ഇതിനുശേഷം 85 പോസ്റ്റ് ഡിപ്ലോമ ഒരു റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് കോഴ്സിന് വീണ്ടും ചേർന്നു. ആ കോഴ്സ് തീർന്ന് 6ാമത്തെ ദിവസം എനിക്ക് റെയിൽവേയിൽ അപ്പോയിൻമെന്റ് കിട്ടി. അങ്ങനെ 86 തുടങ്ങി ഈ കഴിഞ്ഞ 38 വർഷം റെയിൽവേയിൽ സേവനമനുഷ്ഠിച്ചു. അതിൽ ആദ്യത്തെ 5 വർഷം അസിസ്റ്റന്റ്, അതായത് ഡീസൽ അസിസ്റ്റന്റ് ആയിട്ടും, പിന്നെ 6 വർഷം ഗുഡ്സ് ലോക്കോ പൈലറ്റ് ആയിട്ടും, 5 വർഷം പാസഞ്ചർ ലോക്കോ പൈലറ്റ്, വീണ്ടും 2001 തുടങ്ങി 2011 വരെ മെയിൽ ആൻഡ് എക്സ്പ്രസ് ലോക്കോ പൈലറ്റ് ആയിട്ട് 2011 CCRC എന്നുള്ള പോസ്റ്റിൽ എക്സ്റ്റേണൽ പോസ്റ്റായിട്ട് ജോലിക്ക് കയറി. 2 വർഷത്തിനുള്ളിൽ തന്നെ ലോക്കോ ഇൻസ്പെക്ടറുടെ പരീക്ഷ എഴുതി ലോക്കോ ഇൻസ്പെക്ടറായി. അങ്ങനെ ലോക്കോ ഇൻസ്പെക്ടറായിട്ട് 11 വർഷം പൂർത്തിയായി. കറക്റ്റ് ലോക്കോ ഇൻസ്പെക്ടറായിട്ട് 11 വർഷം പൂർത്തിയാകുന്ന ദിവസം തന്നെയാണ് ഞാൻ സ്വയം വിരമിച്ചത്. ഇനിയും 1 കൊല്ലം കൂടി ബാക്കിയുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നി മതി, സ്വരം നന്നാവുന്ന പാട്ട് നിർത്തുക എന്ന് പറയുന്ന വഴി ഞാൻ 1 വർഷം മുമ്പേ സ്വയം വിരമിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെല്ലാം റെയിൽവേയുടെ അഡ്മിനിസ്ട്രേറ്ററിന്റെ സ്ഥലത്തു നിന്നും തൊഴിലാളികളുടെ സഹപ്രവർത്തകരുടെ എല്ലാ വിഭാഗത്തിൻ്റെ അടുത്തു നിന്നും മതിയായ സഹകരണമാണ് ലഭിച്ചത്. അവരുടെ എല്ലാവരുടെയും സഹകരണത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾക്ക് 1/85 എന്നുള്ള നോട്ടിഫിക്കേഷനാണ് ജോലിക്ക് കയറുന്നത്. അന്നത്തെ ശമ്പള സ്കെയില് 290, 350. ആ സ്കെയിലാണ് ഞാനും ആന്റണിയൊക്കെ ജോലിക്ക് കയറുന്നത്. ആ 290, 350 നമുക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ വളരെ നിസ്സാരമാണെന്ന് തോന്നാം. പക്ഷേ അന്നത്തെ കാലത്ത് 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് 299, 350 വെച്ചിട്ട് 1058 രൂപ മിനിമം ശമ്പളം. അതാണ് നോട്ടിഫിക്കേഷൻ. ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് ആയപ്പോഴേക്കും പുതിയ പേ കമ്മീഷൻ 4ാം ശമ്പള കമ്മീഷനൊക്കെ വന്നു. പക്ഷെ ഞങ്ങൾക്ക് അന്ന് ഈ പറയുന്ന 1/1/1986 സർവീസിൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സർവീസിൽ നിലവിലുള്ള ആളുകൾക്കൊക്കെ ഒരു 1200 രൂപ ഫിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ ശമ്പള കമ്മീഷൻ പ്രകാരം ഞങ്ങൾക്ക് 950 രൂപ കഴിയും. ആ 4% DA ചേർത്ത് 988 രൂപയാണ് ഞങ്ങളുടെ ആദ്യത്തെ ശമ്പളം. പക്ഷെ ഈ ഒരു 958 രൂപ ചെറിയ അല്ലെങ്കിൽ 290, 350 എന്നുള്ള ആ സ്കെയിലിൽ നിന്ന് റെയിൽവേയുടെ വിവിധ തസ്തികകളിൽ ജോലി ചെയ്ത് ഇപ്പോൾ ലെവൽ 7 എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ സ്റ്റാഗ്നേറ്റഡ് ആയിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്തത്. അത് ഈ റെയിൽവേയുടെ ഈ ജോലിക്ക് കിട്ടിയ അന്ന് തുടങ്ങി ഓരോ തലത്തിലും ഉണ്ടായ വളർച്ചയും അതിൽ നിന്ന് കിട്ടിയ വരുമാനവും തന്നെയാണ്
നമ്മളുടെ ഈ ജോലിയുടെയും എൻ്റെ ജീവിതത്തിൻ്റെയും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഇതുമായിട്ട് ഇനി കുറച്ചുകൂടെ പറഞ്ഞാൽ ഈ റെയിൽവേ ജോലി കൊണ്ട് ഒത്തിരി അഭിവൃദ്ധി കിട്ടിയിട്ടുള്ള ഒരാളാണ്. കാരണം എൻ്റെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പിലും എനിക്ക് ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ പ്രൊമോഷൻ കിട്ടും, ഓരോ ആവശ്യം വരുമ്പോൾ എന്തെങ്കിലും ഒരു ബോണസായിട്ടോ അങ്ങനെ കിട്ടുന്നത് കൊണ്ടും ഈ കിട്ടിയ പൈസകളൊക്കെ കൃത്യമായി നമ്മൾ വിനിയോഗിച്ചു. ആ വിനിയോഗിച്ചത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ മാതിരിയുണ്ടായ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ കൊച്ചു സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഒരു കാരണവശാലും ഈ ജോലി മോശമാണെന്ന് നിങ്ങൾ വിചാരിക്കട്ടെ. ഈ ജോലി മഹത്തായ ജോലിയാണ്. അപ്പോഴും നമ്മൾക്ക് ചില ഈ ജോലി കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ അത് നമ്മൾ തരണം ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഗുണങ്ങൾ വളരെ കൂടുതലാണ്. നമ്മളെപ്പോഴും മറ്റുള്ള ചെറിയ സൗകര്യങ്ങൾ ഉണ്ടായില്ല, എപ്പോഴും പരാതിയാണ് നമുക്ക്. അത് ഈ ജോലിയുടെ ഭാഗമാണ്. നമ്മൾ കുറെ നാളായിട്ടും ഈ ജോലി ചെയ്യുമ്പോൾ ഈ ജോലിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഒരുപാട് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നടത്താൻ പറ്റും. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ സ്വസ്ഥമായിട്ടുള്ള ഒരു കുടുംബമുണ്ട്. ഞാൻ സാധാരണ രീതിയിൽ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ജോലി ആയാലും 18 മണിക്കൂറാണ് ഞാൻ സാധാരണ ഒരു ദിവസം ജോലി ചെയ്യുന്നത്. മാക്സിമം 6 മണിക്കൂറിൽ കൂടുതൽ ഞാൻ റെസ്റ്റ് എടുക്കാറുണ്ട്. അപ്പൊ ഇത് വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഭാര്യ മിക്കവാറും ഒരു ദിവസം 20 മണിക്കൂറായിരിക്കും ജോലി ചെയ്യുന്നത്. കാരണം ഞാൻ ഉറങ്ങി 1 മണിക്കൂറെങ്കിലും കഴിയാതെ അവർ ഉറങ്ങണ കണ്ടിട്ടില്ല. ഞാൻ ഇരിക്കുന്നതിലും 1 മണിക്കൂർ മുമ്പെങ്കിലും എനിക്ക് എല്ലാ ജോലി ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എൻ്റെ ഈ പുരോഗതിയിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുള്ളത് എൻ്റെ ഭാര്യയുടെ സാന്നിധ്യം. അവരും നമ്മളെ കൂടെ തന്നെ ജോലി ചെയ്തു. അതായത് സ്കൂൾ ടീച്ചറായിരുന്നു. ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇവര് ചേലക്കരയായിരുന്നു ജോലി. അതായത് നമ്മുടെ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 17 കിലോമീറ്റർ അകലെ. രാവിലെ അന്ന് ഷൊർണൂർ പാസഞ്ചറിൽ പോയി 6:45 പോകുന്ന പാസഞ്ചറിൽ പോയി വടക്കാഞ്ചേരിയിൽ ഇറങ്ങി അവിടുന്ന് ബസ് പിടിച്ച് ഓടിപ്പോയി അവിടെ ചെല്ലുമ്പോൾ 10:15 10:20 ആവും. എന്നാലും അവര് സഹിച്ചത് കൊണ്ട് അന്നും പോയി വരികയായിരുന്നു. പിന്നെ ഏകദേശം 13ഓളം സ്കൂളുകളിലാണ് ജോലി ചെയ്തത്. ഈ ജോലി തിരക്കിനിടയ്ക്കിലും 2 മക്കളെയും അവർക്ക് പ്രോപ്പറായിട്ടുള്ള വിദ്യാഭ്യാസം, ഒരു പക്ഷെ നമുക്കറിയാവുന്ന നമ്മളെ വെണ്ണൂരൊക്കെ ആയിരിക്കുമല്ലോ, പക്ഷെ അവരെ മക്കളെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ തുടക്കം കൊടുത്തത് കൊണ്ടാണ് അവർ വളരെ നല്ല നിലയിൽ അവർക്ക് പഠിക്കാൻ കഴിഞ്ഞത്. അതിലും എൻ്റെ കാര്യം 100 ഇരട്ടി എൻ്റെ ഭാര്യയുടെ ആ പിള്ളേരോടുള്ള ആ തീക്ഷ്ണമായിട്ടുള്ള അവരുടെ ആ ഒരു ടീച്ചറുടെ ക്വാളിറ്റിയോട് കൂടി തന്നെ അവരെ ഉന്നത നിലയിൽ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ ഒരു പരിണത ഫലമായിരുന്നു അവരുടെ ഉന്നത വിദ്യാഭ്യാസവും. അതിനുശേഷം അവർക്ക് രണ്ടുപേരും നല്ല നിലയിൽ എത്തിയതും അവർക്ക് 2 പേർക്കും നല്ല കുട്ടികളെ തന്നെ ഭാര്യയൊക്കെ കിട്ടിയതും കുടുംബത്തിന് വളരെ സന്തോഷവും സമാധാനമുള്ളത്. അതോടൊപ്പം തന്നെ അവസാനമായിട്ട് പറയാം, ഈ ജോലിയുടെ അവസാനത്തെ ഘട്ടത്തിലൊക്കെ കുറച്ച് പ്രഷർ എനിക്കുണ്ടായിരുന്നു. കാരണം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രഷർ ഉണ്ടായിരുന്നു, സ്റ്റാഫ് പ്രഷർ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഇൻക്രിമെന്റ് പോലും ലഭിക്കാനില്ല എന്നുള്ളൊരു അവസ്ഥ കൂടി വന്നപ്പോഴും റിട്ടയർ ആയാൽ വേറെ ശമ്പളത്തിന് പകരം പെൻഷനെ കിട്ടുള്ളൂ എന്നുള്ള ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ സ്വയം വിരമിക്കാൻ ഒരു തീരുമാനം എടുത്തത്. അത് എനിക്ക് അഡ്മിനിസ്ട്രേഷൻ അത് പാസ്സാക്കി തന്നു. അതിന് നമുക്ക് അഡ്മിനിസ്ട്രേഷനോട് പ്രത്യേകം നന്ദിയുണ്ട്. അതുകൂടാതെ ഈ സർവീസ് കാലഘട്ടത്തിലൊക്കെ ഒരുപക്ഷെ പലരുമായിട്ടൊക്കെ വർത്തമാനം പറയേണ്ട അവസ്ഥകൾ ഉണ്ടാവാം. അതൊന്നും എനിക്ക് വേണ്ടിയല്ലാന്ന് എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും റെയിൽവേയുടെ ആവശ്യമില്ല, ഇപ്പോൾ വണ്ടി മാറ്റായാലും വണ്ടി വർക്കായാലും ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ വണ്ടി നിർത്താതെ ഓടിച്ചത് തന്നെ ഇവിടുത്തെ എല്ലാ ലോക്കോ പൈലറ്റുമാരുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരുടെ സഹകരണം കൊണ്ട് മാത്രമാണ്. അതിന് അവർക്കൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു. അതേമാതിരി ഓഫീസ് കാലഘട്ടത്തിൽ ഈ ലാസ്റ്റ് കാലഘട്ടത്തിൽ എന്നോട് സഹകരിച്ച എല്ലാ ഓഫീസ് ജീവനക്കാരോട്, മുൻപ് ഉണ്ടായിരുന്ന ജീവനക്കാരോട്, പ്രത്യേകിച്ച് ഇവിടെ വന്ന നല്ല വാക്കുകളൊക്കെ പറഞ്ഞ ഹുസൈൻ സാറിനെ കുറിച്ച് ഒരു വാക്ക് കൂടെ പറയാതെ വിട്ടാൽ അത് മോശമായിരിക്കും. കാരണം 1986 ഞങ്ങൾ ജോലി കഴിഞ്ഞ് 86 ഡിസംബറോടുകൂടിയാണ് ഈ എറണാകുളത്ത് വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ബാച്ചിൽ 16 പേരുണ്ട്. ആദ്യത്തെ 6 പേർക്കാണ് എറണാകുളത്ത് ഹാൻഡിങ്, കുറച്ച് പേർക്ക്
കൊല്ലം അങ്ങനെയാണ് ഹാൻഡ്ലിംഗ് പീരീഡ്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആകെ കാണുന്ന ഒരു ചിരിക്കുന്ന മുഖം. ഞങ്ങൾ വന്നപ്പോഴേക്കും ഞങ്ങളെങ്ങനെ സ്വന്തം മക്കളെ സ്വീകരിക്കുന്ന മാതിരി സ്വീകരിച്ച് അന്ന് തുടങ്ങിയിട്ട് ആ ഒരു വളരെ നല്ല ഒരു എന്താ പറയുക മക്കളെ പോലെ തന്നെ സ്നേഹിച്ച് വളരെ കാര്യമായിട്ട് ഞങ്ങളെ സ്നേഹിച്ചിട്ടുള്ളതാണ് അർസൽ സാറ്. അപ്പൊ ഞാൻ അർസൽ സാറിനെ എപ്പോഴും അങ്ങനെ ചില നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ വിളിച്ച് പറയാറുണ്ട്. അപ്പൊ ഞാനിത് പറഞ്ഞു സാറേ എങ്ങനെയാണ്, അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ എന്തായാലും വരും. അതായത് 88 വയസ്സായ അർസൽ സാറാണ് പറഞ്ഞത് ഞാൻ എന്തായാലും വരും. അതാണ് നമ്മൾ ഞാനും അർസൽ സാറൊക്കെ ഉള്ള ഒരു സ്നേഹം. അതിൽ ഞങ്ങൾ വന്ന കാലത്ത് ഇവിടെ ആകെ ഈ ചില ലോക്കോ പൈലറ്റ് ഒരു ഐക്കൺ എന്ന് പറഞ്ഞാല് ഷെനായ് സാർ നമ്മളോട് പറയും ബാഗ് കൊണ്ടുകൊടുക്കരുത്, സൂട്ട്കേസ് വേണം, ഷൂ വേണം. അപ്പൊ അന്നൊക്കെ എന്നെക്കാളും കൂടുതലൊക്കെ ഞങ്ങളുടെ ബാച്ചിലുള്ള ശശികുമാറാണ് ഇൻസ്പയർ ചെയ്തത്. ശശികുമാർ ഷെനായ് സാർ പറയണ്ട, അതിനു മുമ്പേ ഏറ്റവും നല്ല ഷൂവും ഏറ്റവും നല്ല പെട്ടി മേടിച്ച് നല്ല കുട്ടപ്പനായിട്ട് വരികയാണ്. അത് ആ സീനിയേഴ്സ് ഞങ്ങളോടുള്ള ഒരു അടുപ്പം കാണിച്ചതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടായത്. ആ അടുപ്പം ഇപ്പോഴും നിലനിൽക്കുന്നു. നൈസാറ് മോന്റെ കല്യാണത്തിന് വിളിക്കാൻ എന്തൊരു പരാതി പറഞ്ഞു, ഞാൻ വിട്ടുപോയതാണ്, സോറി, ഇനി എന്തായാലും ആ കല്യാണത്തിന് വിളിക്കാൻ പറ്റില്ല. ഇനി എന്റെ കൊച്ചിന്റെ കല്യാണത്തിന് നൈസാർ ഉണ്ടാവും, അപ്പൊ വരും, ഉണ്ടാവും. അപ്പൊ ഒരിക്കൽ കൂടി നിങ്ങള് എന്നോട് കാണിച്ച സ്നേഹത്തിന്, എന്നോട് എനിക്ക് തന്ന സഹകരണത്തിന്, ഇവിടെ ഇന്ന് എത്തിച്ചേർന്ന് എന്നോടൊപ്പം VC-യോടൊപ്പം ആയിരിക്കാനൊക്കെ നിങ്ങൾ കാണിച്ച സന്മനസ്, ഇതിനൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു. VC-ന്റെ പറഞ്ഞാല് എനിക്ക് കരയാനൊന്നുകൂടാന്നല്ല, എന്തൊരു കരച്ചിൽ വന്നില്ല. അത് VC-യുടെ മനസ്സിൽ നിന്ന് വന്ന കാര്യങ്ങൾ അത് അതേ രീതിയിൽ പ്രകടിപ്പിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് അല്പം കണ്ണീരം പോകുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ ലാലി പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് അവര് തമ്മിലുള്ള ഒരു ബോണ്ടിങ് നമുക്ക് മനസ്സിലായി. അപ്പൊ ആ ബോണ്ടിങ് ഒക്കെ ഇനിയും നിലനിൽക്കട്ടെ എന്നും ഇനി ഒത്തിരി കാലം അവരുടെ ആ ജീവിതം തുടരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ഘട്ടത്തില് അതുവരെ ആന്റണിയുടെ മകനുണ്ട്, മകളുണ്ട്, ഇവരൊക്കെ ആയിട്ട് നമുക്കറിയാമോ. ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ചിന്റെ ഒരു പ്രത്യേകത സെക്കൻഡ് ബാച്ചിലും തേർഡ് ബാച്ചിലും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഈ എല്ലാ കുടുംബങ്ങളിലെ ആളുകളുമായിട്ട് ഒരു എക്സ്ട്രാ ബോണ്ടിങ്, എല്ലാ കുട്ടികളുടെയും പേരടക്കവും എല്ലാ കുട്ടികളുടെയും വിദ്യാഭ്യാസപരമായ ഉയർച്ചയും അത് ഏത് കോഴ്സിന് പഠിക്കുന്നു എന്നുള്ള ഒരു വലിയ ഒരു അടുപ്പം നിലനിൽക്കുന്നുണ്ട്. തുടർന്നുള്ള ചെറിയ ബാച്ചുകളൊക്കെ അത് തുടരുക. കുടുംബ ബന്ധങ്ങളെ നമ്മൾ ജോലിയോടൊപ്പം തന്നെ നന്നായി കൊണ്ടുപോകണം എന്നുകൂടെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം ഒരിക്കൽ കൂടി ഇവിടെ വന്ന് ചേർന്ന് ഞങ്ങളോടൊക്കെ സ്നേഹം പങ്കുവച്ച എല്ലാ സുഹൃത്തുക്കൾക്കും, റിട്ടയർഡായ ആൾക്കാർക്കും, രണ്ടുപേരുടെയും ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി.